രണ്ടാമത്തെ ഇനം പഴങ്ങളാണ്. പഴത്തിൽ 2 പഴത്തിന് മാത്രമേ സക്കാത്തുള്ളൂ. ഒന്ന് കാരക്കയും മറ്റൊന്ന് മുന്തിരിയും. ഇല്ല, റുമ്മാനില്ല, മാതളത്തിനില്ല, നാരങ്ങക്കില്ല, ഇല്ല, ആപ്പിളിനില്ല, ഇല്ല, എന്റെ ഇല്ല. അതൊക്കെ വിറ്റിട്ട് കിട്ടിയ പൈസ സ്വരൂപിച്ചാൽ സക്കാത്ത് കൊടുക്കണം. അത് പൈസയുടെ സക്കാത്താണ്. അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ സക്കാത്ത് ഉണ്ടാവും? ഇതൊക്കെ വിറ്റ് കിട്ടുന്ന പണം പാത്തുവെക്കുന്ന, നിക്ഷേപിക്കുന്ന മുതലാളി വർഷം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. എന്തിന്? പണത്തിന്റെ സക്കാത്ത് കൊടുക്കണം. അത് ആ പണം കച്ചവടത്തിലിറക്കിയാൽ വർഷം തികഞ്ഞാൽ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. അല്ലാതെ ഒരു പറ ആപ്പിൾ അളന്നാൽ ഇത്ര പറ ആപ്പിൾ, അല്ലെങ്കിൽ 100 പറ ആപ്പിൾ അളന്നാൽ 10 പറ ആപ്പിൾ എന്ന കണക്കിൽ സക്കാത്തില്ല. ആര് പറഞ്ഞു? മുസ്തഫ നബി പഠിപ്പിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവരൂ. ഇതൊക്കെ പണത്തിന്റെ സക്കാത്ത്. ഇത് മായൊക്കെ ബന്ധിക്കാവുന്നതാണ്. ഈ പണങ്ങളൊക്കെ ഒരു വർഷം നിക്ഷേപ ധനങ്ങളായി മാറിയാൽ സക്കാത്ത് ബന്ധിക്കും. ഈ ധനങ്ങളൊക്കെ തന്നെ കച്ചവടത്തിലിറക്കിയാൽ സക്കാത്ത് ബന്ധിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അഥവാ 4 കാര്യങ്ങളിലായി 8 ഇനങ്ങളിലാണ് ലോക മുസ്ലിമീങ്ങൾ ഈ കാലം വരെ മനസ്സിലാക്കി പോന്ന പരിശുദ്ധമായ ശറഇന്റെ വീക്ഷണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ മനസ്സിലാക്കുക. 1 നാണയം, സ്വർണം, വെള്ളി, കറൻസി, പിന്നെ ജീവികൾ, ആട്, മാട്, ഒട്ടകം. കുതിരക്കില്ല, റസൂൽ പറഞ്ഞു. ആനക്കില്ല, റസൂൽ പറഞ്ഞു. എന്തേ ഇല്ല, അത് തന്നെ പറഞ്ഞു. തന്നെ ഇല്ല. ആനക്ക് സക്കാത്ത് കൊടുക്കണ്ട. നിങ്ങളിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്റെ അത് മസലത്തും താബുദിയ. അത് ചിന്തിച്ച് നമുക്ക് തീരുമാനം കാണാം. എന്റെ ആനക്കില്ല, എന്റെ പോത്തിനുണ്ട്. ആന വലിയ ജീവിയല്ലേ, പോത്ത് ചെറിയ ജീവിയല്ലേ. എന്റെ അങ്ങനെയായത് നേരം കളയാന്നല്ലാതെ നേരമുള്ളവർക്കൊക്കെ ചെയ്യാം. അതിനുള്ള നേരം അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. എന്നാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ, ഉദാഹരണം പറയാം, ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചാൽ അതിന്റെ അപ്പുറം എന്താ ആലോചിക്കാറുള്ളത്? ഇതാ നോക്കൂ, നിങ്ങൾ നായ തൊട്ടാൽ 7 വട്ടം കഴുകണം. എന്താ കാരണം? ആലോചിച്ചാൽ നേരം പോകുന്നല്ല. എന്താണുള്ളത്? കാരണം പറയാം. ഇപ്പോഴുള്ള ചില ഡോക്ടർമാരും ആളുകളൊക്കെ ഇരുന്നിട്ട് കാരണം ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് നേരം ഉണ്ടായതുകൊണ്ട് കാരണം ഉണ്ടാക്കുന്നതാണ്. ഒരു തെറ്റൂല കാരണം ഉണ്ടാക്കാൻ. പക്ഷെ കാരണം അതായിക്കൊള്ളണമെന്നില്ല. ഡോക്ടർ പറഞ്ഞു, കണ്ടുപിടിച്ചു, നായയുടെ ഉമിനീരിലൊക്കെ ചില വിഷാംശങ്ങളുണ്ട്, ചില ബാക്ടീരിയകളുണ്ട്. അതുകൊണ്ടാണ് 7 വട്ടം കഴുകാനും അതിൽ 1 തവണ മണ്ണ് കണക്കി കഴുകാനും അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മണ്ണിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ അടുത്ത കളവ് പറയാൻ തുടങ്ങാണ്. ഈ മണ്ണിൽ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കഴിയുന്ന ചില അംശങ്ങൾ ഉണ്ട്. ശരി, എങ്കിൽ ഞാൻ പറയട്ടെ, ഈ മണ്ണിലുള്ള കരുത്തിനേക്കാൾ കരുത്തുള്ള ഒരു സാധനം ഉണ്ട്, ക്ലോറക്സ്. അമേരിക്കന്റെ ഒരു പുതിയ ഉൽപ്പന്ന, പ്രോക്ടർ ആൻഡ് ഗാംബിൾ പുറത്തിറക്കിയ ഒരു ഉൽപ്പന്നമാണ് ക്ലോറക്സ്. മണ്ണ് കലക്കി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, 7 വട്ടം കഴുകേണ്ട. ഒന്ന് ക്ലോറക്സ് ആക്കിയാൽ, ഈ വസ്ത്രത്തിൽ ഇപ്പൊ ക്ലോറക്സ് ആക്കിയാൽ ഇത് ആ പഴയ വസ്ത്രം തന്നെ ആവില്ല, കോലം തന്നെ മാറിപ്പോകും. അതുകൊണ്ട് അമേരിക്കക്കാർ ക്ലോറക്സ് കണ്ടുപിടിച്ചത് കൊണ്ട് ബാക്ടീരിയയെ നശിപ്പിക്കലല്ലേ ലക്ഷ്യം. അതുകൊണ്ട് 7 വട്ടം ഇനി കഴുകണ്ട, മണ്ണ് കലക്കും കഴുകണ്ട, 1 തവണ ക്ലോറക്സ് ഇറക്കി കഴുകിയാൽ മതി എന്ന് പറഞ്ഞാൽ അവനെ പോലത്തെ വിഡ്ഢിയാരാ ലോകത്തുള്ളത്? ശറഅ് എന്ത് പറഞ്ഞോ അതങ്ങോട്ട് തീരുമാനിക്കുക. ശറഅ് കൽപ്പിച്ചടത്ത് നിലകൊള്ളുക. അതിൽ യുക്തി ഉണ്ടാകാം, ആ യുക്തി മഹായുക്തിയാകാം, അത് കണ്ടുപിടിക്കാൻ തെറ്റില്ല. പക്ഷേ നാം മനസ്സിലാക്കിയ യുക്തി അല്ല അതിന്റെ പിന്നിലുണ്ടാവുക. ആനക്കെന്റെ സക്കാത്തില്ല, എന്റെ എത്ര പോന്ന ആടിന് സക്കാത്തുണ്ടായി. ഒന്ന്, ആന മർഗൂബായ ജീവിയല്ല, ആട് മർഗൂബായ ജീവിയാണ്, ആഗ്രഹിക്കുന്ന ജീവിയാ. 10 ആടിനെ എങ്ങനെ കൊണ്ടുപോയാൽ വേഗം കീശയ്ക്ക് നോക്കും. നോമ്പറപ്പിക്കാൻ വേണ്ടി മരുമോനെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പ്രാവശ്യം ആട്ടിറച്ചെന്നായിക്കോട്ടെ. നേരെ മറിച്ച് 10 ആനയെ കൊണ്ടുപോയാല് അതിന്റെ കാലിന്റെ കുറവ് കിട്ടിയാലോ എന്ന് ആഗ്രഹിക്കൂല. ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്റെ വലിയ ആഗ്രഹം ഭക്ഷണത്തിനാണ്. പോത്ത് ഭക്ഷണമാണ്, ആട് ഭക്ഷണമാണ്, ആന ഭക്ഷണമല്ല. അങ്ങനെ ന്യായമാവാം. ഞാൻ പറയല്ല, അല്ലാഹുവാണ് പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹിയാ പറഞ്ഞത്. അതിനപ്പുറം തീരുമാനിക്കാനുള്ള അർഹത നമുക്ക് ഇല്ല. ഇതിനൊക്കെ നിക്ഷേപ സമ്പത്തുകൾ സക്കാത്ത് കൊടുക്കുകയും വേണം. നോക്കൂ, നാണയത്തെ പറ്റി പറയാം. നാണയം കട്ടിപ്പൊന്നാണെങ്കിൽ 85 ഗ്രാമോ അതിലധികമോ വന്നാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. സ്വർണം, വെള്ളി ഇതിനെ കട്ടിപ്പൊന്നാണെങ്കിൽ. ആഭരണത്തിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആഭരണത്തിന്റെ കാര്യം മാന്യത കഴിഞ്ഞാൽ, മാന്യമായ പരിമിതമായ ആഭരണങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് സക്കാത്ത് കൊടുക്കണം എന്ന വീക്ഷണമാണ്
മൂന്ന് മദ്ഹബിന്റെയും ഇമാമുകൾക്കുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ, ബഹുമാനപ്പെട്ട ഇമാം മാലിക്, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അവരെ വീക്ഷണം അങ്ങനെയാണ്. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ അഭിപ്രായം ധരിക്കാൻ വേണ്ടി മാത്രം ഒരുക്കി വെച്ച സ്വർണമാണെങ്കിൽ, സക്കാത്തിന് വേണ്ടി നിന്ന് രക്ഷപ്പെടാനല്ല, ധരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി, എന്നെങ്കിലും ധരിച്ചാൽ മതി, ധരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പാത്തുവച്ച സ്വർണമാണെങ്കിൽ അതിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം. എന്നാൽ മറ്റു മദ്ഹബിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അധികമായി വാങ്ങുന്ന ഈ സ്വർണങ്ങൾക്ക് സക്കാത്ത് നൽകുകയാണ് നല്ലത് എന്ന് ആധുനിക ഫിഖ്ഹി പണ്ഡിതന്മാരായ ശാഫിഈ പണ്ഡിതന്മാരായ പല ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്ന് പഴയ അവസ്ഥയല്ല, പഴയ കാലത്ത് വളരെ പരിമിതമായ സ്വർണ്ണം ഉണ്ടാവുള്ളൂ, അതൊക്കെ കണക്കാക്കിയാണ് പറഞ്ഞത്. ഇന്ന് അങ്ങനെയല്ല. ഏതൊരു സാധാരണ കൂരയിലും 100 പവനും 150 പവനും മോളെ കെട്ടിക്കുമ്പോൾ വരാവുന്ന ഒരു സാധാരണ സൊസൈറ്റിയായി നമ്മൾ മാറിയിട്ടുണ്ട്. ഈ പെണ്ണാകട്ടെ ഇതൊക്കെ ആഭരണമാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ധരിക്കാറില്ല. വളരെ പരിമിതമായതേ അത് ധരിക്കൂ. ഏറ്റിയാൽ പൊങ്ങാത്തവരെ കൊണ്ടിടക്കുന്ന പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട, നമ്മൾ മിഞ്ഞാന്ന് പറഞ്ഞ വിഷയത്തിൽ നിശ്ചയിക്കപ്പെട്ട പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മാന്യമായ അളവ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സക്കാത്ത് കൊടുക്കലാണ് കരണീയം. എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട 3 മദ്ഹബിന്റെ ഇമാമുകളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളി 595 ഗ്രാം കട്ടിവെള്ളിയോ അതിന് സമാനമായ പണമോ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. 595. പണത്തിന്റെ കാര്യം നിശ്ചയിക്കപ്പെടേണ്ടത് അങ്ങനെ തന്നെയാണ്. പണം അഥവാ 200 ദിർഹം എന്നാണ് വെള്ളിയുടെ ഉദ്ദേശം, 20 മിസ്കാൽ എന്നാണ് സ്വർണത്തിന്റെ ഉദ്ദേശം. പണമാണെങ്കിൽ സാധുക്കളെ പരിഗണിച്ചുകൊണ്ട് നോക്കൂ, 85 ഗ്രാം പൊന്നാണ് സക്കാത്തിൽ പൊന്നിൽ പരിഗണിക്കപ്പെടുക. എന്നാൽ പാവങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കേണ്ടതാണല്ലോ പരിഗണിക്കപ്പെടേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ പണത്തിന് വില കെട്ടപ്പെടേണ്ടത് വെള്ളിയുടെ തോതിലാണ്. 595 ഗ്രാം വെള്ളിയുടെ തുല്യമായ പൈസ, 595 ഗ്രാം വെള്ളിയുടേതിന് തുല്യമായ പൈസ ഒരാളുടെ കൈവശം 1 വർഷം നിന്നാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഒന്നുകൂടി പറയാം, 595 ഗ്രാം വെള്ളിയുടേതിന് തുല്യമായ പണം ഒരാളുടെ കയ്യിൽ 1 വർഷം നിന്നാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇന്ന് ഏകദേശം എത്രയാ ഒരു കിലോ വെള്ളിക്ക്? എത്രയാ 1 കിലോ വെള്ളിക്ക്? 12 13 എത്ര? ഒന്ന് വേം പറയും എത്ര ഉണ്ട്? 1 കിലോ കൂടിയില്ലേ? 9 ഉള്ളൂ. ശരി, 9,000 രൂപ ആയിക്കോട്ടെ. 9,000 രൂപയാണ് 1 കിലോ വെള്ളിക്ക്. എങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ പൈസ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6 രൂപ അല്ലെ? അങ്ങനെയല്ലേ കണക്കാക്കേണ്ടത്? ഒരു 6 അടുത്ത സംഖ്യ, അല്ലെങ്കിൽ 5ന്റെ 6ന്റെയും ഇട. ഇത്രയും സംഖ്യ 1 വർഷം ഒരാളെ കൈവശം ഉണ്ടായാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതാണ്. വളരെ ആലോചിക്കുക, അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അഥവാ 10,000 ഉറുപ്പികക്ക് അവൻ 25 രൂപ, അല്ല സോറി 250 രൂപ. 10,000 രൂപക്ക് 250 രൂപ എന്ന തോതിൽ, 1,00,000 രൂപക്ക് 2,500 രൂപ എന്ന തോതിൽ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയാ സക്കാത്തിന്റെ കണക്ക്. പണം, കറൻസി ഒരാളുടെ കയ്യിൽ 1 വർഷം 595 ഗ്രാം വെള്ളിയുടേതിന് ശരാശരി പണം 1 കൊല്ലം നിന്നാൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കേണ്ടതാണ്. കച്ചവടത്തിന്റെ കാര്യവും ഇങ്ങനെ തന്നെ, നമ്മൾ പിന്നീട് വിശദീകരിക്കും ആ നിലവാരം. എങ്കിൽ ഇതങ്ങോട്ട് എഴുതി നോക്കൂ. ഏത് 595 ഗ്രാം വെള്ളിയുടേതിന് തുല്യമായ പണം. ഞാൻ കണക്കെനിക്ക് അറിയൂല, ഞാൻ വെള്ളിക്കച്ചവടക്കാരനല്ലല്ലോ, എങ്കിലും പറയാം. അതാണ് ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ വലിയ കച്ചവടക്കാർ മുതലാളിമാരുണ്ടാവുന്നില്ല ഞാൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വലിയ മുതലാളിമാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് എല്ലാവരും. അതായത് 595 ഗ്രാം ഇങ്ങനെയാണ് പണത്തിന് വില കെട്ടേണ്ടത്. 595 ഗ്രാം വെള്ളിയുടേതിന് തുല്യമായ പണമുണ്ടെങ്കിൽ 1 വർഷം ആ പണം നിക്ഷേപമായി കയ്യിൽ നിന്നാൽ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഇതാണ് ശറഈയായ കണക്ക്. ബഹുമാനപ്പെട്ട ഫുഖഹാ വളരെ വ്യക്തമായി. എന്നാൽ ഇത് കയ്യിൽ മാത്രമല്ല, കയ്യിലിരിക്കണമെന്നില്ല, ഡെപ്പോസിറ്റായി മറ്റാരെങ്കിലും കൈവശം ഇരുന്നാൽ മതി, അല്ലെങ്കിൽ കടമായാലും മതി. കിട്ടാവുന്ന കടമാണെങ്കിൽ, കിട്ടാത്ത കടമാണെങ്കിൽ കിട്ടിയിട്ട് കൊടുത്താൽ മതി. പക്ഷേ കൊല്ലത്തിനനുസരിച്ച് കൊടുക്കേണ്ടി വരും. മനസ്സിലായി നിങ്ങൾക്ക്? കടമാണെങ്കിലും കൊടുക്കേണ്ടി വരും. കടമാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. 2 സ്വരത്തിലും വേഗം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങൾ? മനസ്സിലായില്ലേ? കടമാണെങ്കിൽ കിട്ടുന്ന കടമാണെങ്കിൽ ഉടനെ കൊടുക്കണം. എപ്പോഴും കിട്ടാവുന്ന കടമാണെങ്കിൽ കൊല്ലം തികഞ്ഞാൽ തന്നെ അവൻ കൊടുക്കേണ്ട ആളായി മാറി, അതിന് ഉത്തരവാദിയായി മാറി. അതിന്റെ 2.5% അഥവാ കയ്യിരിപ്പ് സംഖ്യ ആയിക്കോണമെന്നൊന്നുമില്ല. കയ്യിരിപ്പാകട്ടെ, നിക്ഷേപമാകട്ടെ, അല്ലെങ്കിൽ കടമാകട്ടെ, ഒരു ഇത്തരം തത്തുല്യമായ സംഖ്യ ഒരു വർഷം ഒരാളുടെ അധീനതയിൽ, അയാളെ കയ്യിലോ അയാളുടെ നിക്ഷേപത്തിലോ അയാൾക്ക് ഒരൊറ്റരാൾക്ക് കടമായി കൊടുത്തുകൊണ്ടോ ഒക്കെ ഒരാളുടെ കൈവശം വന്നാൽ അയാൾ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തിരിക്കേണ്ടതാണ് എന്നാണ് ശർഈയായ കണക്ക്. നല്ലോണം മനസ്സിലാക്കുക. ഇതൊക്കെ 2.5% കൊടുക്കേണ്ടതാണ്. പണത്തിന്റെ താല്പര്യം കച്ചവടത്തെ കുറിച്ച് പറയും. ഏകദേശം ഇതേ തന്നെയാണ് വിഷയം. കച്ചവടത്തിലെ സക്കാത്ത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നതായ ആയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ മുഹദ്ദിസീങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബതും. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ, അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക. മിൻ ത്വയ്യിബാതി മാ കസബതും. ഹലാലായ എല്ലാ കച്ചവടത്തിനും സക്കാത്ത് കൊടുക്കേണ്ടതാണ്. ഹലാലായ എല്ലാ കച്ചവടത്തിനും സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം വെള്ളിയുടെ അത് തികയുന്ന പണം കൊല്ലം തികയുമ്പോൾ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയാണ്. 595 ഗ്രാം വെള്ളിയുടെ കയ്യിരിപ്പോ, അതായത് കയ്യിരിപ്പ്. അതേപോലെ തന്നെ ചരക്ക്. 3 കാര്യങ്ങളാണ് പരിഹരിക്കേണ്ടത്. 1 കയ്യിരിപ്പ്, 2 ചരക്ക്, 3 കിട്ടാനുള്ള കടം. പക്ഷെ കിട്ടാനുള്ള കടം തന്നെ തീരെ കിട്ടൂല എന്ന് ബോധ്യപ്പെട്ടതാണെങ്കിൽ അതിലേക്ക് ചേർക്കേണ്ടതില്ല. ഏതെങ്കിലും കാലത്ത് അത് കിട്ടുകയാണെങ്കിൽ തോതനുസരിച്ച് സക്കാത്ത് കൊടുത്താൽ മതി. മനസ്സിലായാലും നിങ്ങൾക്ക്? പരിഗണിക്കേണ്ടത് പ്രധാനമായി 3 കാര്യങ്ങളാണ്. ഒരു കച്ചവടക്കാരൻ, ഒന്ന് ഉള്ളിലുള്ള ചരക്ക്, 2 ട്രോയറിലുള്ള പൈസ, വിറ്റ് വന്ന പൈസ, കൊല്ലം തികയണ അന്ന് വിറ്റ് വന്ന പൈസ ഉള്ള ചരക്ക്, പിന്നെ കിട്ടുമെന്ന് ബോധ്യമുള്ള പണം. ഇത് രണ്ടിന്റെയും 2.5% സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാം വെള്ളിയുടേതിന് തുല്യമായ അളവിൽ കച്ചവടം, അത് മൊത്തം സമ്പത്തുണ്ട് എങ്കിൽ ആ കച്ചവടങ്ങൾക്കൊക്കെ സക്കാത്ത് വാജിബാണ്. എന്ന് പറഞ്ഞാൽ സക്കാത്ത് വാജിബാകാത്ത ഒരു മുറുക്കാൻ കച്ചവടം പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല. ഒരു മുറുക്കാൻ കച്ചവടമില്ല. കാരണം ഒരു 6000 രൂപ ഉണ്ടെങ്കിൽ മുറുക്കാൻ കച്ചവടം നടത്താൻ കഴിയും. 9000 രൂപ എത്ര? 11 ആയിക്കോട്ടെ, 11 എങ്കിൽ 600 ഗ്രാം വെള്ളിയുടെ പണം തന്നെ നിങ്ങൾ നോക്കൂ. 595 അല്ല, അതിനെ നിങ്ങൾ നോക്കൂ. 11,000 രൂപയെ നിങ്ങൾ നോക്കൂ, 10ൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ 6 ഭാഗം ഏകദേശം നോക്കൂ. നിങ്ങൾ ഏകദേശം ഒരു 6,000-7,000 രൂപ എന്ന് കൂട്ടിക്കോളൂ. ഞാൻ വിശദീകരിക്കില്ല, നോക്കൊക്കെ അറിയാം. അത് 6,000-7,000 രൂപ. ഒരു 7,000 രൂപ ഉണ്ടെങ്കിൽ മുറുക്കാൻ കട തുടങ്ങാൻ കഴിയും? ഇല്ല. നോക്കൂ, വളരെ ചിന്തിക്കണം. സക്കാത്ത് കൊടുക്കേണ്ടതല്ലാത്ത ഒരു കടയോ കച്ചടോ ഇന്ന് നമ്മളെ നാട്ടിൽ ഇല്ല തന്നെ. ഒരു കടയും ഇല്ല തന്നെ. സക്കാത്ത് കൊടുക്കേണ്ടതല്ലാത്ത ഒരു കടയും ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ല തന്നെ. വാടക സാധനങ്ങളുടെ കട ഇതിൽ നിന്ന് ഒഴിവാണ്. കാരണം അത് വിൽപ്പനയുടെ സ്റ്റോറല്ല, വാടകയാണ്. ആ വാടകയ്ക്ക് അതിന്റെ നിക്ഷേപത്തിൽ കൊല്ലത്തിൽ സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വളരെ ചിന്തിക്കണം. വാടക സ്റ്റോർ. an എക്സാമ്പിൾ ഏത് ഉദാഹരണം പറയും, നിങ്ങൾ വെറുതെ ഇരിക്കല്. ഏത് വാടക സ്റ്റോർ? ഏതുപോലെ കല്യാണത്തിന് പന്തല്, കസേര, ആദനോ, ഈ കസേര, ഇതൊക്കെ ഇത് വിൽപ്പനയല്ല, ഇത് തിജാറത്തല്ല, തിജാറ. കച്ചവട വസ്തുക്കൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇതെന്തല്ല, കച്ചവട വസ്തു ആയിട്ടല്ല ഇപ്പത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ആക്കിയാൽ പറ്റും. അപ്പോൾ അത് കൊണ്ടുപോകും ചെയ്യും, പിന്നെ മടക്കിക്കൊണ്ടില്ല. അതന്നെ അങ്ങനത്തെ ചിന്തിക്കണം. ഇതിപ്പോ നമ്മൾ അങ്ങനെ തിരിച്ചുകൊണ്ടേ കൊടുക്കണമല്ലോ. നമ്മൾ 4 ദിവസം ഇവിടെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് പിന്നെ മടക്കിക്കൊണ്ടേ കൊടുക്കണ്ടേ? വേണം. നോക്കൂ, വാടക സ്റ്റോറുകൾക്ക് കച്ചവടം എന്ന സക്കാത്ത് ബാധകമല്ല. എന്നാൽ ആ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ പണത്തിന്റെ ലാഭങ്ങളുടെയോ പണത്തിന്റെയോ ആ പണം ആ നിക്ഷേപമായി ലാഭമായി വന്നാൽ അത് കൊല്ലം തികഞ്ഞാൽ 2.5% സക്കാത്ത് കൊടുക്കണം. എന്ത് ധനമല്ല, എന്തല്ല, നിക്ഷേപം ഉണ്ടെങ്കിൽ. നേരെ മറിച്ച് നിക്ഷേപമല്ലെങ്കിലോ, ഇത് ഈ ചങ്ങാതിക്ക് ഇതിന്റെ ഉടമസ്ഥന് അന്നന്ന് അരി വാങ്ങാൻ വേണ്ടിയിട്ടാ, ഇതിലൊരു നിക്ഷേപമല്ല എന്ന് നോക്കൂ. എങ്കിൽ ഇതിനെന്തില്ല? സക്കാത്തില്ല. നേരെ മറിച്ച് മറ്റതങ്ങനെയല്ല.
കച്ചവടങ്ങളൊക്കെ ഒരു ഇത്തരം നിലവാരത്തിലുള്ള 595 ഗ്രാം വെള്ളിയുടെ നിലവാരത്തിലുള്ള പണം മൊത്തത്തിൽ കൊല്ലം തികയിൽ മുൻപോണ്ടായാൽ ഡ്രോയറിലുള്ള പൈസയും അതേപോലെ തന്നെ പിന്നെ കച്ചവടച്ചരക്കും കൈവശമുള്ള കച്ചവടച്ചരക്കും കിട്ടുമെന്നുറപ്പുള്ള കടവും മൂന്നും കൂടിയിട്ട് 7000 രൂപയോളം ഒത്തുവെക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുത്തിരിക്കണം. വളരെ ഇത് ചിന്തിക്കണം. ഇത് മര്യാദക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ പള്ളി കമ്മിറ്റിക്ക് ഒരു ലെറ്റർ പേഡ് ബാക്കി കിട്ടും എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ പള്ളി കമ്മിറ്റിക്കൊക്കെ ലെറ്റർ പേഡിന്റെ ബുദ്ധിമുട്ട് കുറയും. കാരണം എന്താണെന്നറിയും, വെള്ളിയാഴ്ച പള്ളിയിൽ ഇരുന്നാൽ എല്ലാവർക്കും കാണാം. ഞാൻ കുറച്ച് നേരത്തെ പോണ്ട ആളാണല്ലോ, ഞാൻ ഖത്തീബല്ലേ, അപ്പൊ ഞാൻ നേരത്തെ പോവാറുണ്ട്. വെള്ളിയാഴ്ച 9, 9:30, 10 മണിയായി അങ്ങനെ വരവ് തുടങ്ങും. എന്റെ കുട്ടിനെ കെട്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കെട്ടിച്ചിട്ടുണ്ട്, കടം കുടുങ്ങിയിട്ടുണ്ട്, വീട് വെച്ചിട്ടില്ല എന്ന് ആരാ അയക്കുന്നത്? നാട്ടിലെ വലിയ വലിയ മൂത്തവല്ലി എന്ന് പേരുന്ന ഒരാളുണ്ടല്ലോ, എല്ലാ പള്ളിയിലുണ്ടാവും ഈ മൂത്തവല്ലി. ഈ മൂത്തവല്ലി ഒപ്പിട്ടിട്ട് കൊടുക്കുക. 30 പൈസ കൊടുക്കണ്ട, 30 ഒപ്പ് കൊടുക്കുക. ഈ ഒപ്പാണ് ഏറ്റവും വലിയ ഒപ്പ് എന്നാ 30 മനസ്സിലാക്കുന്നത്. ആ നാട്ടിലെ ആളുകൾക്ക് ഒന്നിറങ്ങിയിട്ടൊന്ന് സക്കാത്ത് കൊടുക്കുക മനുഷ്യന്മാരെ എന്ന്. ഒരങ്ങാടിയിൽ 10 കച്ചവടമില്ലാത്തൊരു അങ്ങാടി ഏതാ ലോകത്തിൽ? മനുഷ്യന്മാരെ കോഴിക്കോട് അങ്ങാടിയിലെ മുസ്ലിമീങ്ങൾ അവര് കൊടുക്കേണ്ട സക്കാത്ത് കൊടുത്താൽ കോഴിക്കോട്, കൊടുവള്ളി, താമരശ്ശേരി, കൊയിലാണ്ടി ഈ പ്രദേശങ്ങളിലൊക്കെ കൊടുക്കേണ്ട ഈ ജില്ലയിലുള്ള കച്ചവടക്കാർ, വമ്പൻ കച്ചവടക്കാരാണല്ലോ മുംബൈ മലബാറിലെ വലിയ കച്ചവടക്കാർ കോഴിക്കോട്ടുകാരാ. ഇത് പൈസ കൊടുത്താൽ ഒരു ലെറ്റർ പടിന്റെ ആവശ്യം പള്ളി കമ്മിറ്റിക്ക് ഇല്ല. വേണമെങ്കിൽ പാസ്പോർട്ട് ഓഫീസിലേക്ക് വരന് കൊടുക്കാൻ വേണ്ടിയിട്ടും അത് ലെറ്റർ പേഡ് മറ്റേ ആവശ്യമില്ല. ആ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകും. ഇന്ന് ഔന്നുംകരക്ക് വെള്ളം നോക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഏർപ്പാട് കമ്മിറ്റിക്കാർ അവസാനിപ്പിക്കണം. കമ്മിറ്റിക്കാർ ഇത് ചിന്തിക്കണം. ഇത് വളരെ ആലോചിക്കണം. മനുഷ്യന്മാരെ, കച്ചവടക്കാർ സക്കാത്ത് കൊടുത്താൽ എത്ര സുഭിക്ഷമാകും ആ രാജ്യം. അതിന് മാത്രം കച്ചവടങ്ങളുണ്ടല്ലോ ഇന്ന്. എല്ലാ കച്ചവടവും, ഒരു മുറുക്കാൻ കച്ചവടം എന്ന രൂപത്തിലുള്ള കച്ചവടം പോലും, ഞാൻ പെട്ടിക്കടയാ ഉദ്ദേശിക്കുന്നത്, ഒരു പെട്ടിക്കടയായ കച്ചവടം പോലും ഒരു 7000 രൂപയുടെ പണം കൊണ്ട് കച്ചവടം ചെയ്യാത്ത ഒരു കച്ചവടം ഇന്ന് നമ്മുടെ നാട്ടിലില്ല. അതിന്റെയൊക്കെ 7000 രൂപ മുതൽ കോടിക്കണക്കായ പണം കൈവശം വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ട്. അതിന്റെ അറുപത്തിജാറുള്ളവരുണ്ട്. അവരൊക്കെ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കണം. ഇത് ഇജ്മാഉൽ ഉമ്മ, കച്ചവടത്തിന്റെ സക്കാത്ത് ഇജ്മാഉൽ ഉമ്മ. സ്വഹാബത്ത്, താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ അടക്കമുള്ള ബഹുമാനപ്പെട്ട മുൻഗാമികൾ മുഴുവനും ഈ വിഷയത്തിൽ ഇജ്മാ ചെയ്തിട്ടുണ്ട്. കച്ചവടത്തിനുള്ള സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാം ബൈഹഖി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട അബൂ അംർ ഇബ്നു ഹിമാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഇമാം ദാറഖുത്നി പറയുന്നു, ഞാൻ മദീന അങ്ങാടിയിൽ കച്ചവടം ചെയ്യുകയായിരുന്നു. 2 വസ്തുക്കളായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നത്. ഒന്ന് തോല്, ഈ ഊറക്കിട്ട തോല്, മറ്റൊന്ന് ആവനാഴി, യുദ്ധത്തിന് അമ്പിടുന്ന ആവനാഴി. ഇത് രണ്ടും കൊണ്ട് ഞാൻ കച്ചവടം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് എന്റെ അരികിലൂടെ നടന്നുപോയി. അപ്പോൾ ചോദിച്ചു, സക്കാത്തുണ്ടോ? ഇത് ബഹുമാനപ്പെട്ടവരെ, ഇതിന് അത്ര വലിയ കച്ചവടമൊന്നുമില്ലല്ലോ. ഇതെന്തല്ലേ, ഒരു ഊറക്കിട്ട 4 തോലും, ഒരു ഊറക്കിട്ട 4 തോലും പിന്നെ കുറച്ച് ആവനാഴിയല്ലേ ഉള്ളൂ, ഇതത്ര വലിയൊരു കച്ചവടമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന്, അത് നോക്കൂ നിങ്ങൾ, അങ്ങനെ പറഞ്ഞാൽ പോരാ, കച്ചവടമാണോ അതിൽ സക്കാത്തുണ്ട്, ഇത്തരം തുല്യമായ പണത്തിന് വരുന്നത് മുഴുവനും സക്കാത്തുണ്ട് എന്ന് പറയുകയും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുക്കാൻ എന്നോട് കൽപ്പിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അബൂ അംർ ഇബ്നു ഹിമാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം ദാറഖുത്നി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിശ്ചിത അളവെത്തിയാലേ ഉള്ളൂ. ഏതിനും അളവുണ്ട്. അളവെത്തിയാൽ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. അളവിന്റെ താഴെയുള്ളതിന് സക്കാത്തില്ല. അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم ليس فيما دون 5 أوسق من التمر صدقة وليس فيما دون 5 أواق من الورق صدقة وليس فيما دون 5 دور من الإبل صدقة. ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസ് കാണാം. ആടാകട്ടെ, മാടാകട്ടെ, ഒട്ടകമാകട്ടെ, ഇനി സ്വർണ്ണവെള്ളിയാകട്ടെ, അതിന്റെ പരിധി എത്തിയാൽ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി. ആ പരിധിയാണ് നേരത്തെ പറഞ്ഞത്. ആ പരിധി എത്തിയാൽ പോക്കറ്റിലുള്ളതിനൊക്കെ കൊടുക്കണം എന്ന മദ്ഹബൊന്നുമില്ല. അത്ര കൊടുത്താൽ മതി. മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ വഫിൽ ബക്കരി ഫീ കുല്ലി 30 തബിയൂൻ, ഒരു വയസ്സുള്ള കുട്ടി കൊടുക്കണം. 30 ആടോ മാടോ ഉണ്ടെങ്കിൽ ഒരു വയസ്സുള്ള കുട്ടി കൊടുക്കണം. വഫിൽ 40 മുസിന്നത്തുൻ, 40 2 വയസ്സുള്ള കൊടുക്കണം. വലൈസ അലൽ അവാമിലി ശൈഉൻ, വലൈസ അലൽ അവാമിലി ശൈഉൻ, ഞാനല്ല പറയുന്നത് 30 ഒട്ടകം 30 ആടുമാടായാലും വേണ്ടില്ല, 40 ആടുമാടായാലും വേണ്ടില്ല. വലൈസ അലൽ അവാമിലി ശൈഉൻ, തൊഴിൽ ചെയ്യിപ്പിക്കുന്ന ആടുമാടുകളിൽ സക്കാത്ത് ഇല്ല. മനസ്സിലായി നിങ്ങൾക്ക്? പൂട്ടാനോ നനക്കാനോ ഉപയോഗിക്കുന്ന ആടില് അല്ല, എന്ത് മാട് പോത്തെ കന്ന് ഇതിൽ സക്കാത്തില്ല. 30 ആയാലും വേണ്ടില്ല, 40 ആയാലും വേണ്ടില്ല. ഈ ഹദീസിന്റെ അർത്ഥം മിർഖാത്ത് കൊടുത്തിട്ട് അവിടെ പറയുന്നുണ്ട്. ആമിലത്തിന്റെ ജമ്മാണ് അവാമില് ഫിൽ ഹർസി, കൃഷിയിലും വസ്സഖി, വെള്ളം തേവി നനക്കുന്നതിലും ഉപയോഗപ്പെടുത്തുന്ന മാടുകൾ, ഒട്ടകങ്ങൾ, വലവ് ബലഗത്ത് നിസാബൻ, വലവ് ബലഗത്ത് നിസാബൻ, അത് അളവെത്തിയാൽ പോലും അതിൽ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ വിശ്വാസികളെ ഞാൻ നീട്ടി പറയുന്നില്ല, നിങ്ങളെല്ലാവരും ചിന്തിക്കുക. അപ്പോ ഇതൊക്കെ വളരെ ആലോചിക്കണം. ഇന്ന് ഞാൻ എന്റെ കയ്യിൽ കിട്ടിയ ഒരു ചാർട്ട് കാണിക്കാൻ പോവാ, നിങ്ങൾ ചിന്തിക്കണം. ഇതൊരു ജമാഅത്തെ ഇസ്ലാമി ഒരു സ്ഥലത്ത് പുറത്തിറക്കിയ ഒരു സക്കാത്തിന്റെ ചാർട്ടാ. എന്താ പറയുന്നറിയോ? നോക്കൂ നിങ്ങൾ, സക്കാത്ത് ദായകർക്ക് ഒരു മാർഗരേഖ. നോക്കൂ, ഒന്നും ഉണ്ടായിട്ട് പറയല്ല, ഷറാഅ് പറയൽ നമ്മളൊരു കടമയാണല്ലോ. ഈ ആവശ്യമില്ലാത്ത ജനങ്ങളെ മേൽ കെട്ടിയേൽപ്പിച്ചാൽ അവസാനം ആവശ്യമുള്ളത് കൂടി കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാവില്ല. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. കുറച്ചു കാലം ഈ ആരംഭ ശൂരത്തിലെല്ലാം നടക്കും. അവസാനം പിന്നെ തൊട്ടേനും പിടിച്ചതിനും മുഴുവനും, ചെറൽ പറയാത്തതിന് മുഴുവനും. ചെറൽ പറയാത്ത ഒരു കാര്യത്തിൽ ഒരാൾ നിബന്ധന ഏർപ്പെടുത്തിയാൽ ഒരിക്കലും അതിൽ ബറക്കത്തുണ്ടാവില്ല, അവസാനം പരാജയം ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ കണ്ടതിന് മുഴുവൻ ഏർപ്പെടുത്തിയാൽ നോക്കൂ നിങ്ങൾ, വേതനം, ശമ്പളത്തിൽ എന്താ പറയുന്നത്? 85 ഗ്രാം സ്വർണത്തിന് തുല്യമായ വാർഷിക വരുമാനം കുടുംബത്തിന്റെ അടിസ്ഥാനത്തിൽ ചെലവുകൾ കഴിച്ചിട്ട്, നിക്ഷേപമല്ല, 85 ഗ്രാം പൊന്നിന്റെ കണക്കനുസരിച്ച് കണക്കിൽ 85 ഗ്രാം പൊന്നിന് എത്ര ഉണ്ടാവും? 85 ഗ്രാം പൊന്നിന് എത്ര ഉണ്ടാവും? 40,000 റുപ്യ. എന്തിന്? സുമാർ 40 അല്ലേ? 40 40 ശരി, 40,000 രൂപ മൊത്തത്തിൽ കൊല്ലത്തിൽ. നോക്കണം നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി പുറത്തിറക്കിയ സക്കാത്തിന്റെ ചാർട്ടാണ്. ഞാൻ ചോദിക്കട്ടെ മുഅ്മിനെ, ഇതിന് എനിക്കൊരു ഖുർആൻ ഹദീസ് ഒന്ന് പറഞ്ഞുണ്ടാ, ഈ പറയുന്നത് ഒരു മാനദണ്ഡം പറഞ്ഞുണ്ടാ, ഇതിനൊരു ആയത്തോ ഒരു ഹദീസോ തെളിവ് പറ. ഇത് ജനകീയാസൂത്രണത്തിന്റെ രേഖയല്ല. അതിഷ്ടം പോലെ ചെയ്യാം, അതിഷ്ടം പോലെ കൊടുക്കാം, പിറ്റേന്നും വാങ്ങാം, വോട്ട് വാങ്ങാം. ഒരു കാര്യം പറയുമ്പോൾ ഒരു ശറഈന്റെ മാനദണ്ഡമാണല്ലോ. എവിടെയെങ്കിലും ഇതിനൊരു മാനദണ്ഡം കാണിച്ചോണ്ടാ. ശമ്പളത്തിന് ഒരു കൊല്ലത്തിൽ 40,000 ഉറുപ്പികന്റെ ഉള്ളിൽ ഒരാൾക്ക് ശമ്പളം കിട്ടിയാൽ, ഒരു മാസമല്ല, എത്ര, ഒരു കൊല്ലത്തിനുള്ളിൽ 40,000 ഉറുപ്പികന്റെ ഉള്ളിൽ ശമ്പളം കിട്ടിയാൽ ചെലവ് കഴിച്ച് ബാക്കിയുള്ളതിൽ നിന്ന് 2.5% സക്കാത്ത് കൊടുക്കണം. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ്? ആരേത് കൽപ്പിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും എന്തൊക്കെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു ആ കാലത്ത്? ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ പേരിൽ ഹബീബായ റസൂലുള്ളാഹി തൊഴിലിന്റെ പേരിൽ റസൂലുള്ളാഹി ഒരു സക്കാത്ത് നിശ്ചയിച്ച ഒരു ഹദീസിന്റെ രേഖ, ഒരായത്തിന്റെ രേഖ ഒന്ന് ചിന്തിക്കും മുമ്പിനെ. ഇത് തമാശ പറയാ, അള്ളാന്റെ ദീനം കൊണ്ട് എങ്ങനെ കളിക്കാൻ പാടുള്ളൂ? നാട്ടുകാർക്ക് കിട്ടൂലേ? നാട്ടുകാർക്ക് കൊടുത്താൽ ഒക്കെ കിട്ടുക. നാട്ടുകാർക്കാണ് കൊടുത്തേക്ക്, നിനക്ക് ഉള്ളൊക്കെയാണ് കൊടുത്തേക്ക്, നാട്ടുകാർക്ക് കിട്ടുക. അത് ശറഈന്റെ പേരിൽ വെച്ച് കെട്ടരുത്. ശറഈന്റെ മാനദണ്ഡം ഈ കാര്യത്തിലില്ല. നോക്കൂ നിങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, വേതനോടെ കഴിഞ്ഞു. ഇനി അടുത്ത ചാർട്ട്, കാർഷിക ഉൽപ്പന്നങ്ങൾ. 653 കിലോഗ്രാം ധാന്യം നിസാബിന്റെ അടിസ്ഥാനമായി കണക്കേക്കേണ്ടത് നാട്ടിലെ മുഖ്യ ആഹാരത്തോടാണ്. ഇതര ഉൽപ്പന്നങ്ങൾക്ക് മൂല്യ സമീകരണ നിലക്ക് ധാന്യത്തിന്റെ നിസാബിന് തുല്യമായ വില പരിഗണിക്കേണ്ടതാണ്. അഥവാ തോട്ടണ്ടി, റബ്ബർ, ഈ പോലത്തെ വസ്തുക്കൾക്കൊക്കെ ശരി, ഇതിനൊക്കെ നെല്ലിന്റെ കണക്കനുസരിച്ച് വില കെട്ടിയിട്ട് അതിന് പൈസന്റെ സക്കാത്ത് കൊടുക്കണം എന്ന്. നിക്ഷേപമായാൽ നിക്ഷേപത്തിന്റെ സക്കാത്ത് കൊടുക്കണം. ഇത് കൊണ്ടുപോയി വിറ്റിട്ട് പൈസ പാത്തു വെച്ചാൽ കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കുന്നതിൽ ചർച്ചയില്ല.
ഇത് ആ നാണ്യവിളകൾക്ക് നെല്ലിന്റെ അളവ് കണക്കാക്കി സക്കാത്ത് കൊടുക്കണം എന്നാണ് ചാർത്തിൽ എഴുതിയിട്ടുള്ളത്. ഇതിനൊരു ആയത്ത് തെളിവുണ്ടോ? ഇതിനൊരു ഹദീസ് തെളിവുണ്ടോ? എന്ത് അടിസ്ഥാനത്തിലായി പറയുന്നത്? എന്താ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം? നോക്കൂ നിങ്ങൾ. ഫാക്ടറി, വ്യവസായ സംരംഭങ്ങള് സക്കാത്ത് കൊടുക്കണം, ശരിയാണ്, കച്ചവട സക്കാത്ത് കൊടുക്കണം. എന്നാൽ വാടക കെട്ടിടങ്ങൾക്ക് കച്ചവട സക്കാത്തോ പണത്തിന്റെ സക്കാത്തോ ബാധകമാകുന്നത് എങ്ങനെ? ആ പണം നോക്കൂ, കെട്ടിടം വെറുതെ ഇങ്ങനെ ഭൂമിയിൽ നിൽക്കുക, നിബന്ധ സക്കാത്ത് കൊടുക്കുക. വെറുതെ നിൽക്കുന്ന കെട്ടിടത്തിന് അതിന് സക്കാത്തില്ല. അതിന്റെ വാടക സംഖ്യ നിക്ഷേപമായി വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ശറഅാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഹദീസോ ആയത്തോ കാണിക്കൂ, ഒരു കുഴപ്പമില്ല, നമുക്ക് തീരുമാനിക്കാമല്ലോ. ഒരു ചർച്ചയില്ല ആ വിഷയത്തിൽ. വളരെ ആലോചിക്കണം. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഫിഖ്ഹുസ്സുന്നയാണിത്. IPH ആണിത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ച IPHന്റെ പുസ്തകമായ ലോകപ്രശസ്ത പണ്ഡിതന്മാരിൽ ഒരാളായി ഗണിക്കപ്പെടുന്ന സയ്യിദ് സാബിഖിന്റെ ഫിഖ്ഹുസ്സുന്ന എന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ വളരെ വിശദമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം വസ്തുക്കൾക്ക് സക്കാത്തില്ല, നേരെ മറിച്ച് അതിന്റെ നിക്ഷേപമാകുന്ന പണത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. നിക്ഷേപമായി വന്നാൽ എടുത്തുപോയാൽ അതിന് സക്കാത്ത് ഇല്ല. അല്ലോ, നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. പിന്നെന്താ പറയുന്നത്? ഗോട്ട് ഫാമിന്റെ കാര്യം എന്താ? അത് ആടിന് സക്കാത്ത് കൊടുക്കണം. എന്നിട്ട് ഗോട്ട് ഫാമിനെ കയറ്റിക്കണം. എന്തെന്നറിയോ? തേനീച്ച, പട്ടുനൂൽപ്പുഴു. നോക്കി നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, രാവിലെ കക്കൂസിൽ പോയിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയാത്തത് അല്ലാഹുവായാലും എന്താ പറയുന്നത്? അല്ല, അങ്ങനെ പറയും മനുഷ്യന്മാർ പറഞ്ഞിട്ട് എന്താ ആലോചിക്കും? എന്താ പറയുന്നത്? ഗോട്ട് ഫാം. ഇത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്താൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിൽക്കാം, ഒക്കെ ശരിയാ. പക്ഷെ ശറഅന്റെ മണ്ഡലം പറ്റില്ല. നിങ്ങളെ ഉദ്ദേശം അറിയാം, നിങ്ങൾക്ക് അടുത്തൊരു MLA ഉണ്ടാക്കണം എന്നാ ഉദ്ദേശം എന്നറിയാം. അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കൊണ്ടുപിടിച്ച എപ്പോഴും ആന്റണി മാറിയിട്ട് ചാണ്ടി സാറ് വന്നു, ഇനി മാറലുണ്ടാവില്ല, ഇനി പൊളിഞ്ഞാടലാവുന്ന നിങ്ങൾ മനസ്സിലാക്കണത്. അതുകൊണ്ട് അടുത്ത് സൗകര്യം കിട്ടിയ കേരളത്തിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉള്ളിൽ ഉടവ് പറ്റിയിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ആ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയ നയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ആയിട്ടല്ല എപ്പോ നിൽക്കുന്നത്, ആണോ അല്ല എന്നുള്ളത് വേറെ കാര്യം. ഇപ്പൊ ഞാനല്ല. ഏതായാലും നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ഇപ്പൊ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഏതായാലും ഖജനാവ് കൈവശല്ല, അതുകൊണ്ട് ജനകീയാസൂത്രത്തിൽ കൈയിട്ടുവാൻ ഒപ്പം നിർവാഹമില്ല ആളുകളെ വശീകരിക്കാൻ. അതുകൊണ്ട് ജനകീയാസൂത്രണത്തിന് പകരം ഒരു സക്കാത്ത് സമ്പ്രദായം ഏർപ്പെടുത്തിയാൽ ആയിക്കോട്ടെ, സദക്കയാണെങ്കിൽ നടക്കും, പ്രസ്ഥാന ബന്ധുക്കളെന്ന് പിരിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അല്ലാഹുവിന്റെ ശറഅ നിഷ്കരിക്കുന്ന സക്കാത്ത് അതുമായി ബാധകമല്ല. ആണെങ്കിൽ എന്തെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇല്ലാത്ത കുറെ സാധനം, തേനീച്ച, പട്ടുനൂൽപ്പുഴു ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. കാലി സമ്പത്തിന്റെ നിസാബും വിഹിതവും വിശദമായി പരാമർശം അർഹിക്കുന്നതിനാൽ ഇവിടെ പെടുത്തിയിട്ടില്ല. അതായത് പെടുത്തിയിട്ടില്ല, കാര്യമൊന്നും പെടുത്തിയിട്ടില്ല. പിന്നെ പെടുത്തേണ്ടത് ശറഅ പറഞ്ഞേ പെടുത്തിയിട്ടില്ല, ശറഅ പറയാത്തത് പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഒന്നും ഉണ്ടായിട്ട് പറയല്ല, ദേഷ്യം കൊണ്ട് പറയല്ല. ഇതിനൊരു മാനദണ്ഡം നീ പറ. അല്ലാഹുവിന്റെ ശറഅയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ മുമ്പോ ബഹുമാനപ്പെട്ട മുൻഗാമികൾ പഠിപ്പിച്ചിരുന്ന പാഠത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നീ മനസ്സിലാക്കി. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ വിശദീകരിക്കുന്നില്ല, കുറച്ചു നേരം വൈകുന്നേരം മണി ഒന്ന് ക്ഷമിച്ചിരിക്കും. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാണ്ട്. ഇനി പറയാനുള്ളത് ഞാൻ ചുരുക്കാണ്. ഇനി പറയാനുള്ളത്, ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കാം, വാങ്ങാം, ആരൊക്കെ അതിന് അർഹരാണ്? നിങ്ങൾ ആരും അർഹരുണ്ടാക്കണ്ട, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല സൂറത്ത് തൗബയുടെ 60-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഉണ്ടാക്കണ്ട, ഞാനുണ്ടാക്കണ്ട, ഒരാളുണ്ടാക്കണ്ട. ശറഅ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആനെ പിടിക്കുക, ഹദീസിനെ പിടിക്കുക. അത്തിയുല്ലാഹു വറസൂലഹു വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും, എല്ലാ സഹോദരങ്ങളും ഇവിടെ ചിന്തിക്കണം. ഇവിടെ സാധാരണക്കാർക്കിടയിൽ പ്രസ്ഥാനങ്ങളെ വളർത്താൻ കാണിക്കുന്ന ചില ഏർപ്പാടുകൾ മാത്രമാണിത്. ഇത് റിലീഫാണ്, ഇത് സക്കാത്തല്ലേ അല്ല. ഇത് സക്കാത്താണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. വളരെ ചിന്തിക്കാം. അല്ലാഹുവിന്റെ ശറഅ പഠിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുക. സൂറത്ത് തൗബയുടെ 60-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ
والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. സൂറത്ത് തൗബ 60-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, ഇന്നമ സ്വദഖാതു, സദഖകൾ. ഇന്നമ, എന്താ ഇന്നമന്റെ അർത്ഥം? എന്താ ഇന്നമന്റെ അർത്ഥം? എന്താ അർത്ഥം? തീർച്ചയായിട്ടും മാത്രം അർത്ഥം. തീർച്ചയായിട്ടൊന്നല്ല, അങ്ങനെയല്ല. ഇന്നമ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടൊന്നല്ല. ഇന്നമ സ്വദഖാതു, സ്വദഖകൾ ഇനി പറയുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ്. മനസ്സിലായില്ല? ഇന്ന സ്വദഖാത്തിനല്ല, ഇന്നമ സ്വദഖാതു, സ്വദഖകൾ ഇനി പറയുന്ന വിഭാഗങ്ങൾക്ക് മാത്രമാണ്. ഇന്നമ അല്ലാഹു പറയാണ്, അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ കലാം പറയാണ്. നിങ്ങൾ ചിന്തിക്കുക, ആരോടും ദേഷ്യമില്ല. ഒരു ശറയായ കാര്യത്തിൽ നടന്നു കാണാനുള്ള മാനസികമായ താല്പര്യം കൊണ്ട് പറയാൻ. ഇന്നമ സ്വദഖാതു, സ്വദഖകൾ. ഒന്ന് ലിൽ ഫുഖറാഇ, ഫഖീറന്മാർക്കുള്ളതാണ്. ഞാൻ വിശദീകരിച്ചോളാം. ഫഖീറന്മാർക്കുള്ളതാണ്. രണ്ട് വൽ മസാകീനി, മിസ്കീന്മാർക്കുമുള്ളതാണ്. വൽ മുഅല്ലഫതി ഖുലൂബ് വൽ ആമിലീന അലൈഹാ, വൽ ആമിലീന അലൈഹാ. സക്കാത്തിന്റെ പേരിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ തൊഴിലാളികൾക്കുള്ളതാണ്. അല്ലാതെ സക്കാത്ത് പിരിപ്പിക്കാൻ വേണ്ടിയുള്ള റസീവറിനല്ല. അത് ഇതിൽ പെടൂല. ഫുഖാഹ് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഇതിൽ പെടൂല. ഇസ്ലാമിക സർക്കാർ സക്കാത്തിന്റെ പിരിവിന് വേണ്ടിയിട്ട് ഇസ്ലാമിക സർക്കാർ അല്ലാത്തവർക്ക് പിരിപ്പിക്കാൻ തന്നെ പാടില്ല. പിന്നെ പറയുന്നുണ്ട്, ഇതൊന്നും പറയല്ല മോമിനീങ്ങളെ, ഇതൊന്നും വെറുതെ പറയല്ല. മാനദണ്ഡം കാണിക്കണം. നമ്മളെ ബുദ്ധി മാനദണ്ഡമാകരുത്. അങ്ങനെ തോന്നിയിരിക്കുന്നു. അതാണ് മറ്റേ മൂപ്പർക്ക് തോന്നിയത്. ചേകനൂര് അയാൾക്ക് തോന്നിയപ്പോൾ അങ്ങനെയാ. അയാൾ ബുദ്ധിയെ അയാൾ ആശ്രയിച്ചു. അയാൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാവുന്ന ഞാൻ മനസ്സിലാക്കണത്. നിസ്കാരം 5 ഒക്കത്തില്ല, 3 ഉള്ളൂ. എന്തേ അയാൾ മാനദണ്ഡം? അയാളെ ബുദ്ധി. അയാൾ പറഞ്ഞു ഇന്ന ഖുർആനൽ ഫജ്രി കാന മശൂദാ. ആകെ നിസ്കാരം പകലിന്റെ 2 ഭാഗങ്ങളിലും രാത്രിയിലെ വേളയിൽ എന്നാ പറഞ്ഞത്. അപ്പൊ 2+1 3 5 എന്ന വാക്ക് അല്ലാഹു തആല ഖുർആനിൽ ഖംസത്ത് എന്നൊരു വാക്ക് അല്ലാഹു തആല നിസ്കാരത്തിനെ പറ്റി പറഞ്ഞില്ല. എന്തുകൊണ്ട്? സ്വയം ഗവേഷണം നടത്തിയ മുൻഗാമികളെ ആശ്രയിക്കാത്ത ആളുകൾ, അബദ്ധം പണഞ്ഞ് അങ്ങനത്തെ ധാർഷ്ട്യം കാണിക്കുന്ന ആളുകൾ നരകത്തിനുള്ളതാണ്. യുറില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. ഈ ആയത്ത് നല്ല രസമുള്ള ആയത്താ. യഹ്ദി ബിഹി കസീറാ, യുറില്ലു ബിഹി കസീറാ എന്നല്ല. അതാ ആദ്യം പറഞ്ഞത്. കുറെ ആളുകൾ ഇതുകൊണ്ട് പഴക്കും, പിന്നെയാണ് കുറെ ആളുകൾ നന്നാവും പറഞ്ഞു. ആദ്യം അങ്ങനെ പറയുകയാണെങ്കിൽ ഒന്നും കൂടി രസമുണ്ടെന്ന് തോന്നലുണ്ട്. ചിലപ്പോ അങ്ങനെ പറഞ്ഞില്ല. എന്തുകൊണ്ട്? മിക്കവാറും ആളുകൾ പഴക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വൽ ആമിലീന അലൈഹാ, പിന്നെയോ വൽ മുഅല്ലഫതി ഖുലൂബുഹും, പുതുവിശ്വാസികൾ. അതും കുറച്ച് പറയേണ്ട വിഷയമാണ്, പറഞ്ഞുതരാം. വഫിർ റിഖാബി, അടിമ വിഭോജനം അതിന്ന് ഇല്ല. വൽ ഗാരിമീന, അനിസ്ലാമികമല്ലാത്ത കാര്യങ്ങൾക്ക് കടം വാങ്ങി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്. ഇസ്ലാമിക കാര്യത്തിന് വേണ്ടിയുള്ളവർ പറ്റൂല. അനിസ്ലാമികമായ കാര്യത്തിന് അല്ലാത്ത, അനിസ്ലാമികമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി ബുദ്ധിമുട്ടുന്നവര്. ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ആളുകള് ഹുക്കൂമത്ത് ഇലാഹിയ കൂട്ടത്തിൽ പെടുകയില്ല. ഇവരൊന്നും ആ കൂട്ടത്തിൽ പെടൂല. ഫീ സബീലില്ലയിൽ പെടൂല. വബിനി സബീലി, വഴിയാത്രക്കാർ 8 വിഭാഗം. ഫുഖറാ, മസാക്കീന്, ആമിലീന അലൈഹാ, മുഅല്ലഫത്ത് ഖുലൂബ്, അടിമ വിമോചനം, കടക്കാര്. പിന്നെ വഫീ സബീലില്ല, യുദ്ധത്തിന് പോണവര്. വബിനി സബീലി, വഴിയാത്രക്കാര്. സക്കാത്ത് കൊടുക്കുന്ന ഗ്രാമത്തിൽ നിന്ന് യാത്ര തുടങ്ങുകയോ അല്ലെങ്കിൽ സക്കാത്തിന്റെ ഗ്രാമത്തിലൂടെ യാത്ര പോവുകയോ ചെയ്യുന്ന അനിസ്ലാമികമല്ലാത്ത യാത്ര ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ എന്റെ പരിധിയിൽ വരും. നോക്കൂ, ഞാൻ വിശദീകരിക്കാം. നോക്കൂ, ഇതല്ലാത്ത ആളുകൾക്ക് സക്കാത്ത് ഇല്ല. കൊടുത്തൂടാ. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട ശറഅ് പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക. ഇതല്ലാത്ത ഒരു വിഭാഗത്തിനില്ല. ഇതല്ലാത്തൊരു വിഭാഗത്തിന് സക്കാത്ത് കൊടുത്തുകൂടാ. അള്ളാന്റെ ശറഅ് പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക. ഞാൻ ചെറിയ ഒരു ഉദാഹരണം കാണിക്കാം. നോക്ക്, നീട്ടുന്നില്ല. അൽ ജാമിഅ അൽ ഇസ്ലാമിയ, ശാന്തപുരം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പ്രൊഫസർ കെ സിദ്ദീഖ് ഹസൻ സാഹിബാണ് പരസ്യം കൊടുക്കുന്നത്. മാധ്യമത്തിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന പരസ്യം നോക്ക്.
ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാഹിബിനെ വളരെ വിനയത്തോടുകൂടെ ശരഈയായ ഒരു മാനദണ്ഡം ഇതിന് കാണിക്കാൻ വേണ്ടി അപേക്ഷിക്കാം. ഇതിന് ശരഈയായ മാനദണ്ഡങ്ങൾ കാണിക്കണം. നോക്ക്, അദ്ദേഹം ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹസൻ സാഹിബ് കൊടുക്കുന്ന പരസ്യ, ശാന്തപുരം ഇസ്ലാമിയ കോളേജിന്റെ പേരിൽ കൊടുക്കുന്ന പരസ്യ എന്താ പറയുന്നത്? ജാമിയ ഇസ്ലാമിയ ശാന്തപുരം ഇസ്ലാമിക യൂണിവേഴ്സിറ്റി, ഇസ്ലാമികം മാത്രമല്ല എല്ലാ വിഷയം പഠിപ്പിക്കുന്നുണ്ട്, അങ്ങനത്തെ യൂണിവേഴ്സിറ്റി. നോക്കൂ, അതിന്റെ ഫളായിലുകൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. 1955 സ്ഥാപിതമായ ശാന്തപുരം ഇസ്ലാമിക കോളേജ് അള്ളാഹിന്റെ അപാരമായ അനുഗ്രഹത്താൽ 2003 മാർച്ച് 1 വിശുദ്ധ ഇസ്ലാമിക പണ്ഡിതൻ യൂസുഫുൽ ഖർദാവിയുടെ മഹനീയ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊക്കെ നേടിയിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. ഇനി പറയാൻ പോണ പടത്തിലാണെങ്കിൽ ഇതിനേക്കാൾ വലിയതായി ഉഷാറാവും, വലിയ കുഴപ്പമൊന്നും വരില്ല. എന്നിട്ട് എന്താ പറയണെന്നറിയോ? വിശുദ്ധ റമളാനിന്റെ അനുഗ്രഹീത നാളുകളിൽ നിങ്ങളുടെ സക്കാത്തും സ്വതക്കയും, സ്വതക്ക മാത്രമല്ല സക്കാത്തും സ്വതക്കയും നൽകി സ്ഥാപനത്തെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് മുഴുവനും സഹോദരങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, ജമാഅത്തെ ഇസ്ലാമി ശാന്തപുരം കോളേജിന്റെ പേരിൽ ധാരോ കൊടുത്തതല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീറായ സാക്ഷാൽ സിദ്ദീഖ് ഹസൻ സാഹിബാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരെ വളരെ മാന്യമായ അപേക്ഷിക്കാണ്. ഇതിന് ശരഈയായ മാനദണ്ഡം എന്താണ്? യൂണിവേഴ്സിറ്റിക്ക് സക്കാത്ത് കൊടുക്കാനുള്ള ശരഈയായ മാനദണ്ഡം എന്താണ്? നോക്കൂ നിങ്ങൾ, ബൈത്തുൽ മാൽ, ബൈത്തുൽ സക്കാത്ത് എന്ന പേരിൽ സക്കാത്തിന്റെ ഒരു പ്രത്യേകമായ ഫണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അയച്ചു തരണം എന്നിതാ പുതിയ ഒരു പരസ്യം വേറെ. അഥവാ ഇത്തരം ഏർപ്പാടുകൾ പോകുന്നത്, ഇത്തരം സ്ഥാപനത്തിലേക്ക് 2 മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനം നടത്തുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ വെള്ളിമാട് കുന്നില്, അതുപോലും നടന്നു പോണത് സക്കാത്തിന്റെ പേരിലാണ്. നല്ലോണം നിങ്ങൾ മനസ്സിലാക്കണം, നല്ലോണം മനസ്സിലാക്കണം. ധർമ്മസ്ഥാപനങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങളൊക്കെ ഇതിന്റെ പേരിലാണ്. ഇതുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞു പോണത്. അതുകൊണ്ട് ബൈത്തുൽ സക്കാത്ത് കേരള, ഞാൻ വലിയ വിശദമായി പറയേണ്ടത്, ഞാൻ വിശദീകരിക്കുന്നില്ല, വീട്ടിൽ പോയിട്ട് പരിശോധിക്കുക. തൊട്ടടുത്ത ദിവസം ഇറങ്ങിയ മാധ്യമം ദിനപത്രം, ആരാ പറയുന്നത്? കഴിഞ്ഞ ഒക്ടോബർ 24-ാം തീയതി പുറത്തിറങ്ങിയ മാധ്യമം ദിനപത്രം നോക്കൂ നിങ്ങൾ. ഇതും പരസ്യം കൊടുക്കുന്നത് സാക്ഷാൽ പ്രൊഫസർ കെ സിദ്ദീഖ് ഹസൻ സാഹിബ്. മാധ്യമം അടക്കമുള്ള പത്രങ്ങൾ വരെ നടത്താൻ, സ്ഥാപനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഫണ്ട് സക്കാത്തിന്റെ ഫണ്ട് നിങ്ങൾ ആലോചിക്ക്. ജമാഅത്തെ ഇസ്ലാമിയോ അതുപോലെയുള്ള വഹാബികളോ ഇവരെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഒരിക്കലും അള്ളാഹുവിന്റെ കുറ്റത്തിൽ നിന്ന്, അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാവുകയില്ല എന്ന് വളരെ വിനയത്തോടെ, ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടെ, വളരെ വിനയത്തോടെ, എന്ത് മാനദണ്ഡമാണ് ഇതിനുള്ളത്? എന്ത് മാനദണ്ഡമാണ് ഇതിന്റെ പിന്നിലുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് ഇത് കൽപ്പിച്ചിട്ടുള്ളത്? ഇത് ഞങ്ങൾ മാത്രം പറയുകയല്ല, ഇത് സമസ്ത പറയുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലത്തെ ചന്ദ്രികാ ദിനപത്രത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് മൂസ മൗലവി, ബഹുമാനപ്പെട്ട തെക്കൻ പണ്ഡിതനായ പ്രഗത്ഭ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഒരാളായ, കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അഗ്രേസര പണ്ഡിതന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട VM മൂസ മൗലവി സാഹിബ്, സമസ്തയുടെ നേതാവ് അല്ല, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവ് കൊടുത്ത സക്കാത്തിന്റെ അവകാശികൾ കുടുങ്ങിയിട്ട് കൊടുത്തതാണിത്. എന്താ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്? സക്കാത്തിനെ സംബന്ധിച്ച് ചിലർ വിവരക്കേട് കൊണ്ടോ മറ്റോ പുതിയ ചില മാനദണ്ഡങ്ങൾ നൽകുന്നു. അങ്ങനെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് അവർ തുരങ്കം വെക്കുന്നു. അങ്ങനെ മുസ്ലിം സമ്പന്നന്മാരുടെ ധനത്തിന്റെ അഴുക്കായ സക്കാത്ത് പ്രസ്ഥാനം വളർത്താൻ വേണ്ടി പ്രസ്ഥാന ബന്ധുക്കൾക്ക് മാത്രമായി ഉപയോഗപ്പെടുത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയിൽ ചേരാൻ 4 ആഴ്ച പള്ളിയിൽ വരാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി മാത്രം അത് ഉപയോഗപ്പെടുത്തുന്നു. മറ്റു ചിലർ അത് വാങ്ങി അർഹർക്കും അനർഹർക്കും കൊടുത്ത് അവരുടെ പ്രീതി പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, പാവപ്പെട്ടവന്റെ പട്ടിണിക്ക് പരിഹാരം കാണാനുള്ളതാണ് ഇസ്ലാമിൽ സക്കാത്ത്. ഈ ഉമ്മത്തിലെ കുടുങ്ങിയോനെ സഹായിക്കാനുള്ളതാണ് സക്കാത്ത്. അത് സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ പള്ളി പരിപാലനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ഉപയോഗിക്കേണ്ടതല്ല. ഇതാരല്ല? ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതനല്ല പറയുന്നത്. കേരളത്തിൽ വിവരമുള്ള ബോധമുള്ള പണ്ഡിതന്മാർ നിഷ്പക്ഷ പ്രകാരം ചിന്തിക്ക്. ഇന്നലെ ഇറങ്ങിയ, നിങ്ങൾ വായിച്ചവരുണ്ടോ? ഇന്നലെ ഇറങ്ങിയ പത്രം
സാക്ഷാൽ VM മൂസ മൗലവി സാഹിബ്, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന പ്രസിഡന്റ്, പ്രഗത്ഭനായ കേരളത്തിലെ ഒരു പണ്ഡിതൻ. ഇത് സമസ്തക്കാർക്ക് തൽക്കാലം ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ദേഷ്യം കൊണ്ട് പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹുവിന്റെ സത്യതയില് പ്രധാനപ്പെട്ട ഒരു ആരാധന മാധ്യമം നടത്താൻ വേണ്ടിയിട്ടും നിങ്ങളെ കോളേജ് നടത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിന് പിന്നിലുള്ള മാനദണ്ഡം എന്താണ്? എന്തടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? ഈ പാവപ്പെട്ട പൊതുജനത്തിന്റെ പണം നിങ്ങൾ വാങ്ങുന്നു. വളരെ ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ 8 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലാ വെള്ളിമാട് കുന്നതിനെ മാധ്യമം പെടുക? ഏത് വിഭാഗത്തിൽ പെടും? നാട്ടിൽ വസ്വാസം ഉണ്ടാക്കുന്ന വിഭാഗം അതിൽ പെടുത്തിയിട്ടില്ല. അല്ല, അങ്ങനെ വിടുകയാണെങ്കിൽ മാധ്യമം അതിൽ പെടും. നാട്ടിന് കുഴപ്പമുണ്ടാക്കുക, പിത്തണ്ടാക്കുക, കടിപിടി കൂട്ടുക, ഉള്ള കുറെ ആളുകളെ ജയിലിൽ കയറ്റുക, അല്ലെങ്കിൽ ഒരു കാല് മുറിക്കുക, നേതാവായി നടന്നവരെ നേതാവാകാൻ വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില പണിക്ക് മാധ്യമത്തിന് പറ്റും. അങ്ങനെ വസ്വാസം ഉണ്ടാക്കിയ കമ്പനിയെ കൂടി ഈ 8 കൂട്ടത്തിൽ അള്ളാഹു തല പെടുത്തി ഒരു 9ാമത്തെ കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാധ്യമം ആദ്യമായിട്ട് പെട്ടിരുന്നു. ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ അങ്ങനെ ഒരു കൂട്ടത്തിന് പറഞ്ഞിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതിന്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മുതഅദ്ദി ഫി സ്വദഖതി കമാനിഅഹാ. സക്കാത്ത് അനർഹർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരും അർഹതല്ലാത്തത് വാങ്ങുന്നവരും അത് 2 കൂട്ടരും കമാനിഅഹാ, സക്കാത്ത് കൊടുക്കാത്തവനെ പോലെയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. മുസ്തഫ നബി പറഞ്ഞ ഈ ഹദീസ് അനവധി സ്ഥലങ്ങളിൽ കാണാം. ഇമാം ബൈഹഖി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അനവധി അബൂദാവൂദ് തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അനവധി സ്ഥലങ്ങളിൽ കാണാം. അൽ മുതഅദ്ദി ഫി സ്വദഖതി കമാനിഅഹാ, സക്കാത്തിനെ അനർഹർക്ക് കൊടുക്കുന്നവരെ കമാനിഅഹാ, സക്കാത്ത് കൊടുക്കാത്തവരെ പോലെയാണ്. അവകാശമുള്ളത് വാങ്ങാത്ത ആളുകൾ മാനിഅഹാ, അതിനെ വിലങ്ങാത്തവരെ പോലെയാണ്, വിലങ്ങുന്നവരെ പോലെയാണ്, കൊടുക്കാത്തവരെ പോലെയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഖീറന്നാൽ സ്വന്തമായി തൊഴിലോ ധനമോ ഇല്ല, ജീവിക്കേണ്ട വരുമാനത്തിലേക്ക് 50% ഇല്ലാത്ത ആളുകൾക്ക് ഫഖീർ, 50% കൂടുതലോ ഉണ്ട്, തൊഴിലോ കുറച്ച് ധനമോ ഉണ്ട്, പക്ഷേ തികയില്ല. അത്തരം ആളുകൾക്ക് മിസ്കീൻ എന്ന് പറയുന്നതാണ്. ആമിലീന അലിഹ എന്ന് പറഞ്ഞാൽ ഇന്നത് നമ്മുടെ നാട്ടിലില്ല. സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതായ ഉദ്യോഗസ്ഥന്മാർ, അത് നമ്മുടെ നാട്ടിലില്ല. 4ാമത്തെ മുഅല്ലഫത്ത് ഖുലൂബാണ്. മുഅല്ലഫത്ത് ഖുലൂബിൽ ഒരു നിലവാരമനുസരിച്ച് ഫഖീർ മിസ്കീനിൽ തന്നെ അവർ ഉൾപ്പെടും. 2 വകുപ്പിൽ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിക്കണം, വളരെ ചിന്തിക്കണേ. സക്കാത്ത് വളരെ ചിന്തിക്കണം. മുഅല്ലഫത്ത് ഖുലൂബ് 2 നിലക്കുണ്ട്. മുതലാളികളായ ആളുകൾ ഇസ്ലാമിലേക്ക് വരിക, അവർക്ക് വരിക. എന്നാലാകട്ടെ ഇസ്ലാമിൽ വരുന്നതോടുകൂടെ ഒരു അരക്ഷിതാവസ്ഥ, ആരുമില്ലല്ലോ എന്ന ഒരു ധാരണ എല്ലാവരും ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അയാളുള്ള ഈ പായ നിയത്തിനൊന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടുക്കാം. എന്നാൽ ഇത് ഇസ്ലാം ആകാൻ വേണ്ടിയല്ല, അങ്ങനെ അല്ല. അങ്ങനത്തെ തെളിവ് ഈ വിഷയത്തിൽ ഇല്ല. മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് സക്കാത്ത് കൊടുക്കരുത്. ഇജ്മാഉൽ ഉമ്മ, ലോക മുസ്ലിമീങ്ങൾക്ക് ഇജ്മാ ആണ്. ലോക മുസ്ലിമീങ്ങൾക്ക് ഒരൊറ്റ അഭിപ്രായമാണ്. ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാ ആണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മുൻഗാമികളായ ആളുകൾ ഇജ്മാ പോലും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയമാണിത്. അഥവാ മുസ്ലിമാകാൻ വേണ്ടിയിട്ട് കോളനികൾ കയറി മിഷണറികൾ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന പൈസ അല്ല. മനസ്സിലായില്ല? കോളനികൾ കയറിയിട്ട് മിഷണറി കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, അതല്ല ഇത്. പിന്നെയോ മുസ്ലിമായ ധനവാന്മാർ, മുസ്ലിമായി അങ്ങനെയുള്ള ധനവാന്മാർ, ആ ധനവാന്മാരെ ധനമുള്ളതോടുകൂടെ തന്നെ കൊടുക്കാം. അഥവാ ഏതോ ഒരു തോമസ് ഇസ്ലാം മതത്തിൽ കൂടി, പക്ഷെ ഒരു അരക്ഷിതാവസ്ഥ ഒന്നും എനിക്ക് ആരുമില്ലല്ലോ എങ്കിൽ ധനം താനും അയാൾക്ക്, ധനം ഉള്ളതോടുകൂടെ അയാൾക്ക് കൊടുക്കണം. അപ്പൊ ധനമില്ലാത്ത മുഅല്ലഫത്തിന് ഖുലൂബിന് കൊടുത്തൂടെ? അത് ഏത് നിലപാടിൽ തന്നെ വരും? ഫഖീർ മിസ്കിൻ. നിങ്ങൾ മനസ്സിലായില്ല? നിങ്ങൾക്ക് ഒരു നിലപാടല്ലാതെ ഈ നിലപാടിലും കൊടുക്കാം, ആ നിലപാടിലും കൊടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ 2 നിലപാടിലും ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. നല്ലോണം ചിന്തിക്കണം. ഇതാണ് മറ്റൊന്ന്. പിന്നെ അടിമാ വിഭോജനം, ആ വിഭാഗം ഇന്നില്ല. വൽ ഗാരിമീന, കടം വാങ്ങിയ ആളുകൾ കടം കൊണ്ട് വലഞ്ഞ നന്മക്ക് വേണ്ടി കടം കൊടുത്തു, കടം വാങ്ങി, സാമൂഹിക നന്മ ചെയ്യാൻ വേണ്ടി, മസ്ലഹത്തുകൾ തീർക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ തീർത്ത് മസ്ലഹത്തിലാക്കാൻ 2 ആൾ തമ്മിൽ വഴക്ക് കൂടുന്നുണ്ട്. അവർ തമ്മിൽ പൈസന്റെ വഴക്ക് കൂടാ. അങ്ങനെ പറഞ്ഞപ്പോ ഈ പൈസ കൊടുക്കാൻ, പൈസ ഞാൻ തരാന്ന് ഏറ്റു.
മറുകക്ഷിയാട്ടെ പൈസ തന്നില്ല, അപ്പൊ ഇവൻ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തത് പരിഹരിച്ചു. നാളെയും ഒരിക്കൽ കുടുങ്ങിയവർ കുടുങ്ങി, ഇനി ഒരിക്കൽ ഞാൻ കൊടുക്കൂല എന്ന അവസ്ഥ വരരുതല്ലോ. അത്തരം ആളുകളെ സക്കാത്ത് കൊടുത്താൽ പൈസ എല്ലാവരും പരിഹരിക്കുക. പള്ളിക്ക് സക്കാത്ത് കൊടുത്തുകൂടാ. എന്നാൽ അനിവാര്യമായൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ കടം വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കി, കടക്കാരനാ, ആ നിലവാരത്തിൽ വേണമെങ്കിലും കടക്കാരനെ സക്കാത്ത് കൊടുക്കാം. എന്തില്ല? പള്ളിക്ക് സക്കാത്ത് കൊടുക്കരുത്. പള്ളി മുതലാളിയാണ്, അത് അള്ളാന്റെ വീടാണ്, അത് പാവാണ് എന്നത് യഹൂദികളും മുശ്രിക്കുകളും പറഞ്ഞതാ. ഇന്നല്ലാഹ ഫഖീറുൻ, അല്ലാഹ് സാധുവാണ്, വനഹ്നു അഗ്നിയാവു, അത് പദമായത്തേരും പറയുന്നുണ്ട് മാത്രം. അത്രേ ഉള്ളൂ. മുമ്പ് യഹൂദി നസാറാക്കളൊക്കെ പറഞ്ഞതാ. മുമ്പ് ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. പള്ളിക്ക് സക്കാത്ത് കൊടുക്കാൻ മനുഷ്യന്മാരെ പച്ച സാധുവ പള്ളി, അള്ളാന്റെ വലിയ മുതലാളി, അള്ളാന്റെ വീടല്ലേ പള്ളി, അതിന് സക്കാത്ത് കൊടുക്കുക. എന്താണ് വിചാരിക്കുന്നത്? ഇന്നൊരു മുശ്രിക്കിന്റെ ഏർപ്പാട് പള്ളിയേക്കും നോക്ക്, അത് മുശ്രിക്കിന്റെ വാദമാണ്. അവര് പറഞ്ഞതാണ് ഇന്നല്ലാഹ ഫഖീറുൻ, അല്ലാഹ് ഫഖീറുമാണ്, വനഹ്നു അഗ്നിയാവു, ഞങ്ങൾ മുതലാളിമാരുമാണ്. അതന്നെ മൂസമരിയാ എഴുതിയത്. പള്ളിക്ക് സക്കാത്ത് കൊടുക്കരുത്, സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കരുത്, പാലിയേറ്റീവ് ക്ലിനിക്കിന് സക്കാത്ത് കൊടുക്കരുത്. എന്നാൽ അതിനെ സഹായിക്കേണ്ടതാണ്. വളരെ ചിന്തിക്കുക. പാലിയേറ്റീവ് ക്ലിനിക്ക് എന്നൊരു സ്ഥാപനം ഉണ്ടല്ലോ, പിന്നെ ഈ രോഗികൾക്ക് ആശ്വാസം കൊടുക്കണം. നല്ലൊരു സ്ഥാപനമാണ്, നല്ല സ്ഥാപന. അതാര ഉടമസ്ഥനായെന്ന് ചർച്ചല്ല, നല്ല ഒരു സ്ഥാപന. അതിന് പൈസ കൊടുത്ത് സഹായിക്കേണ്ടതാണ്. ഞാൻ അതിന് പൈസ കൊടുക്കാൻ വേണ്ടി പ്രസംഗിച്ചോനാണ് ഞാൻ. അതിൽ പൈസ ഉണ്ടാക്കി കൊടുക്കൂന്ന് പ്രസംഗിച്ചോനാണ് ഞാൻ. പക്ഷേ അതിൽ സക്കാത്തിന്റെ പൈസ കൊടുക്കരുത്. കാരണം ആശുപത്രിയോ ക്ലിനിക്കുകളോ സക്കാത്തിന്റെ ചർച്ചയിൽ വരൂല. നേരെ മറിച്ച് അവിടെ കിടക്കുന്ന രോഗികൾക്ക് കൊടുക്കാം. ഇത് ആഹാദിന്റെതാണ്. ഇത് സ്ഥാപനങ്ങളുടെ അവകാശമല്ല, ഇത് വ്യക്തികളുടെ അവകാശമാണ്. വ്യക്തികൾക്കാണ് കൊടുക്കേണ്ടത്, പബ്ലിക്കിന്റെ അവകാശമല്ല. പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ടതല്ല, അതേപോലെ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടതല്ല, വ്യക്തികൾക്ക് കൊടുക്കേണ്ടതാണ്. വളരെ ചിന്തിക്കണം. ഇസ്ലാമിന്റെ ധർമ്മസ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ ആലോചിക്കണം. തമാശ പറയല്ല, ആരോടെങ്കിലും ദേഷ്യം ഉണ്ടായതിന്റെ പേരിൽ പറയല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പിന്നെ മറ്റൊരു വിഭാഗം അൽ ഉസാത്തുല്ലദീന ലാ ഹഖ്ക ലഹും ഫിദ്ദീവാനി, ശമ്പളം വാങ്ങാതെ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രത്തിന്റെ സന്നദ്ധ പ്രസ്ഥാനങ്ങള്, സന്നദ്ധ യോദ്ധാക്കള്, അവര് യുദ്ധം ഉണ്ടാവുമ്പോൾ വരും. എന്നാലാകട്ടെ അവരിങ്ങനെ പിന്നെ MSP ക്യാമ്പായിട്ട് ഇരിക്കുന്നല്ല, അങ്ങനെയൊന്നല്ല അവര്. എന്നൊരാവശ്യമുണ്ടോ അവര് വരും രാഷ്ട്രത്തിന് വേണ്ടി. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് വേണ്ടിയല്ല. ഇതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയാ, അള്ളാന്റെ ദീൻ വളരാൻ വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരാൻ വേണ്ടി ശമ്പളം വാങ്ങാതെ യുദ്ധത്തിന് പോകുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലെ യോദ്ധാക്കൾ, അവർക്ക് സക്കാത്ത് കൊടുക്കാം. ആ വിഷയത്തിൽ ഇന്നത്തെ സംഘടനാ പ്രവർത്തകർ പെടുകയില്ല, അവര് പെടൂല. വയർലന്മാർക്കൊക്കെ സക്കാത്ത് കൊടുക്കാന്ന് പറയുന്നത്. വയർലന്മാർക്ക് സക്കാത്ത് കൊടുക്കാം. ഏതേക്ക്? ഫക്കീറാണെങ്കിൽ മിസ്കീനാണെങ്കിൽ. എന്തല്ല, വേറൊരു ജിഹാദല്ലേ പറയാ, വീട്ടിൽ പോയി പറയാ, അതൊരു ജിഹാദാണ്, വേറൊരു ജിഹാദാണ്. പത്രപ്രവർത്തനം ജിഹാദാണ്. നാളെ പറയാ, നാളെ നീ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോ അതും ഒരു ജിഹാദാവും. ഒക്കെ ജിഹാദ് തന്നെയാണല്ലോ, എല്ലാം ജിഹാദ്. 1983 മാറ്റിവെച്ച ഒരു കുപ്പായം പുതിയതായി അണിയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാ ഹുക്കൂമത്തെ ഇലാഹിയിൽ നിന്ന് മാറിയിട്ട് ഇഖാമത്തുദ്ദീനിലേക്ക് വന്നിരുന്നു ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ അവിടെ നിന്ന് പിന്നീട് സിമിയെ നിരോധിച്ചു. അവർ പുതിയ കോലത്തിലേക്ക് വീണ്ടും അവതരിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഓരോരുത്തർക്കും അവനവന്റെ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിലൊന്നും കടന്നു കയറാൻ നമ്മളാളല്ല. പക്ഷേ ഒരു ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനാകർമ്മം അതാണാകുന്ന സക്കാത്ത്. അത് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തരുത്. നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ ഇതാ ജമാഅത്ത് ഇസ്ലാമിയുടെ ഞാനിന്റെ പാർട്ടി ഫണ്ടുണ്ട്, ശാന്തപുരം കോളേജിന് പാർട്ടി ഫണ്ടുണ്ട്, മാധ്യമത്തിന് കുറച്ച് നഷ്ടമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ കുറച്ച് പൈസ ചെലവഴിക്കണം, മുസ്ലിമീങ്ങളൊക്കെ സഹായിക്കണം, എല്ലാവരും സഹായിക്കണം, എല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങാം. പക്ഷെ അത് സക്കാത്തല്ല. സക്കാത്തിന്റെ പണം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. മാത്രമല്ല, ഈ 8 വിഭാഗങ്ങളിൽ ഇന്നിപ്പോ ഏകദേശം 5 വിഭാഗങ്ങളെ കിട്ടുമെന്ന് പറയാം. ഒന്നേത്? ഫഖീർ, മിസ്കീന്, പിന്നെ മുഅല്ലഫത്ത് ഖുലൂബ് വേണമെങ്കിൽ കിട്ടുന്നറിയാം. അവർക്ക് ഒരു നിലക്ക് മറ്റേ വകുപ്പത്തിനും പെടുത്താം, അങ്ങനെ കരുതാം. പിന്നെ കടം കൊണ്ട് വലഞ്ഞവരെ, പിന്നെ യാത്രക്കാരൻ. ഈ 5 വിഭാഗം അല്ലാത്തൊരു വിഭാഗം ഇന്ന് ലഭിക്കാനില്ല. ബാക്കിയൊക്കെ പോയിട്ടുണ്ട്.
ഇന്ന് നാട്ടിലില്ല, ലോകത്ത് നമുക്ക് ഇന്ത്യൻ സാഹചര്യത്തിലില്ല. ഇന്ത്യൻ സാഹചര്യമാണ് നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തിനാണ് പരിഗണിക്കേണ്ടത്. പോയിന്റ് നമ്പർ 2, തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അഹ്ലു ബൈത്തിൽപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ലാത്തതാണ്. എന്റെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, പാടില്ല. ഇന്ന ഹാദിഹി സ്വദഖാത്തി ഇന്നമാ ഹിയ ഔസാഖുൻ നാസി ലാ തഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി മുഹമ്മദിൻ ഖാല റസൂലുള്ളാഹി. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഹാദിഹി സ്വദഖാത്തി, ഈ സ്വദഖകൾ, ഈ ദാനങ്ങൾ, ഇന്നമാ ഹിയ ഔസാഖുൻ നാസി, അത് ജനങ്ങളുടെ ധനത്തിന്റെ ചളികളാകുന്നു. വസഖ് എന്ന് പറഞ്ഞാൽ ചളി, ഔസാഖ് അത് ചളിയാണ്, ഇത് കയ്യേകുന്ന ചളിയാണ്, ധനത്തിനെ കഴുകുക. അതുകൊണ്ടാണല്ലോ ഖുദ്മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും, ശുദ്ധിയാക്കണ സാധനം കയ്യേകുകയാണ്. അതുകൊണ്ട് ലാ തഹില്ലു ലി മുഹമ്മദിൻ, ഇത് എനിക്കും പറ്റൂല, വലാ ലി ആലി മുഹമ്മദിൻ. സക്കാത്തിന് വേണ്ടി കൊണ്ടുവന്ന കാരക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു എടുത്തു വായിലിട്ടപ്പോൾ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി പിടിച്ചു വായിൽ നിന്ന് പുറത്തേക്കിട്ടു എന്ന് ഹദീസിൽ കാണാം. മോനെ, നമുക്ക് പറ്റൂല. ഇന്ന ഹാദിഹി സ്വദഖാത്തി ഇന്നമാ ഹിയ ഔസാഖുൻ നാസി ലാ തഹില്ലു ലി മുഹമ്മദിൻ ആലി മുഹമ്മദിൻ എന്ന് ഹബീബായ റസൂലുള്ളാഹ്. അതിനൊരു കാര്യം കൂടി മനസ്സിലാക്കാം, അഹ്ലുൽ ബൈത്ത് ഉന്നതന്മാർ തന്നെയാണ്. ഇന്ത്യ അങ്ങനെ ആര് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അങ്ങനെ 2 തട്ടുണ്ട് ദീനിലുണ്ട്. ദീനുണ്ട്, മുസ്തഫ നബിന്റെ ദീനിലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ പണിയൊക്കെ പോയിക്കോളൂ. അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെയൊക്കെ 2 തട്ടുണ്ടാകാൻ പറ്റും. എന്തുകൊണ്ട്? എന്ന് പറഞ്ഞ മനുഷ്യന്റെ മക്കളാണ്, അവർക്കൊരു പ്രത്യേക സ്ഥാനം കൊടുക്കണം. എന്നെ സ്ഥാനം കൊടുക്കണം. മുഹമ്മദൻ ഫീ അഹ്ലി ബൈത്തിഹി, അഹ്ലു ബൈത്ത് കയറി വന്നാൽ അത് ഞാനാണ് കയറി വരുന്നത് നിങ്ങൾ വിചാരിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി. ഈമാൻലോനെ പറ്റിയാ പറയുന്നത്. ഒരു വിഭാഗം ആളുകളുണ്ടെന്ന് അഹ്ലു ബൈത്ത് തന്നെ ഇല്ല എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ വാദങ്ങളെ തൊട്ടൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനു മുമ്പിനെ ഈ ഉമ്മത്തിൽ അവസാനം വരുന്ന നേതാവ് പോലും അഹ്ലു ബൈത്തായിരിക്കും. ആരാ അവസാനത്തെ നേതാവ്? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. വാതിഉ ഇസ്മഹു ഇസ്മി വസ്മ അബീഹി ഇസ്മ അബീ, അദ്ദേഹത്തിന്റെ പേര് എന്റെ പേര് പോലെയും അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേര് എന്റെ ബാപ്പാന്റെ പേര് പോലെയും ആകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഇമാം മുസ്ലിം അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു, അവർ ഈ സമൂഹത്തിലെ നേതൃത്വ, അവസാനത്തെ നേതൃത്വ, ഖിയാറു അഹ്ലിൽ അർളി, ഭൂമിയിൽ അദ്ദേഹം വന്നാൽ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യൻ അദ്ദേഹമായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്, ന്യായാണ്, സത്യമാണ് പറയുന്നത്. അല്ലാഹു നാഫിയായ ഇൽമിനെ തെരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി സക്കാത്തിന്റെ വിതരണം പറയാം, അവസാനിപ്പിക്കാണ്. സക്കാത്തിന്റെ വിതരണം 3 മാർഗത്തിലാക്കാം. സക്കാത്തിന്റെ വിതരണം 3 മാർഗത്തിലാക്കാവുന്നതാണ്. 1, സ്വയം വിതരണം ചെയ്യുക. 2, വക്കീലിനെ ഏൽപ്പിക്കുക. പെട്ടെന്ന് നിർത്തും, നേരം വൈകിട്ടുണ്ട്, എനിക്ക് തന്നെ അറിയാം. വക്കീലിനെ 1 സ്വയം വിതരണം ചെയ്യുക, 2 വക്കീലിനെ ഏൽപ്പിക്കുക, 3 ഇസ്ലാമിക രാഷ്ട്രമുണ്ടെങ്കിൽ ഭരണാധികാരിയെ ഏൽപ്പിക്കുക. 4ാമത്തെ ഒരു വകുപ്പ്, ലോകത്തെ ഏതെങ്കിലും ഒരു കിതാബെന്ന് ഒരരവരി, മുഴുവൻ വരി വേണ്ട, ഒരരവരി ലോകത്തെ ഏതെങ്കിലും ഒരു കിതാബെന്ന്, ഏതെങ്കിലും ഒരു കാലത്തുണ്ടായ ഒരു കിതാബെന്ന് ഒരരവരി കാണിക്കാൻ തയ്യാറാകണം. ഏതെങ്കിലും. നോക്കൂ നിങ്ങൾ, സക്കാത്ത് എന്താ ഇവിടെ കൊടുത്തത്? സക്കാത്ത് കമ്മിറ്റീനാ, ബൈത്തുൽ സക്കാത്ത് കമ്മിറ്റി കേരള. നോക്കൂ നിങ്ങൾ, സക്കാത്ത് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ബൈത്തുൽ സക്കാത്ത് എന്ന പേരിൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആരാ കൊടുക്കുന്നത്? സിദ്ദീഖ് ഹസൻ സാഹിബ്. നോക്കൂ, ആയിക്കോട്ടെ, സിദ്ദീഖ് ഹസൻ സാഹിബിന് ഇത് പറയാം. എപ്പെന്നറിയോ? മുമ്പ് വാര്യംകുന്നത്തെ പോലെ മുപ്പര് ഖിലാഫത്തിനെ സ്ഥാപിക്കണം. ഓക്കെ, ഇത് അദ്ദേഹത്തിന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് സിദ്ദീഖ് ഹസൻ സാഹിബിന് പറയാം. എപ്പോൾ? സിദ്ദീഖ് ഹസൻ സാഹിബ് മുമ്പ് വാര്യംകുന്നത്ത് കുഞ്ഞാമരാജ് 921 പരിമിതമായ ദിവസങ്ങളിലേക്കാണെങ്കിലും വേണ്ടില്ല കേരളത്തിൽ സ്ഥാപിച്ച ഒരു ഖിലാഫത്ത് പോലെ ഞാൻ കേരള മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ് എന്ന് സിദ്ദീഖ് ഹസൻ സാഹിബ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങൾക്ക് വിരോധം അപ്പൊ പറയാം, ഇപ്പൊ പറ്റില്ല. ചില മാനദണ്ഡമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കൂ.
ഷറഈൽ ഒരു മാനദണ്ഡം കാണിക്കൂ. ഇന്ന് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും കാണിക്കുന്ന ഈ ശൈലി ബഹുമാനപ്പെട്ട ഷറഈലില്ല. ഷറഈലില്ല തന്നെ. 3 വിധത്തിലാണ് ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഒന്നിരിക്കൽ അയാൾക്ക് സ്വയം കൊടുക്കാം. ചില ആളുകൾ പറയും അവകാശികളെ പരമാവധി എത്തിക്കാൻ പരമാവധി സൗകര്യം നോക്കിയിട്ട് അവകാശികളെ കണ്ടുപിടിച്ചു കൊടുക്കാൻ നല്ലത് കമ്മിറ്റി ആവലാണ്. അതിന് കമ്മിറ്റി ആക്കണ്ട, നീ അതിന് സൗകര്യം ചെയ്തോ, അല്ലെങ്കിൽ വക്കീലിനെ ഏൽപ്പിച്ചോ. വക്കീലിനെ ഏൽപ്പിക്കാം, പക്ഷേ വക്കീൽ കമ്മിറ്റി അല്ല. ഞാൻ പറയുന്നുണ്ട് ആ കാര്യം. വക്കീൽ കമ്മിറ്റി അല്ല. 3 വിധം അല്ലാതെ 4ാമത്തെ വിധം ശറഈലില്ല. കാണിക്കാവുന്നവർക്ക് കാണിക്കാവുന്നതാണ്. 1 സ്വയം കൊടുക്കുക, 2 വക്കീലിനെ ഏൽപ്പിക്കുക, 3 ഇസ്ലാമിക സർക്കാരുണ്ട് എങ്കിൽ ഭരണാധികാരിയെ ഏൽപ്പിക്കുക. എന്നാൽ ഇതിൽ തന്നെ ഭരണാധികാരി ഉണ്ടെങ്കിൽ തന്നെ സ്വയം കൊടുക്കേണ്ട സക്കാത്തും ഉണ്ട്. 2 തരം സക്കാത്ത് ഉണ്ട്. ഒന്ന് മാലുൽ ലാഹിരി, ഒന്ന് മാലുൽ ബാത്തിനി. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മാലുൽ ലാഹിർ, മാലുൽ ബാത്തിൻ. അതായത് ശ്രദ്ധിക്കാം, മാലുൽ ലാഹിർ, മാലുൽ ബാത്തിൻ. അതായത് പ്രത്യക്ഷമായ ധനങ്ങൾ പുറത്തന്നെ ആളുകൾ കാണും. ആടുമാട് ഇതെന്താ? പ്രത്യക്ഷത. എല്ലാവരും പുറത്തുനിന്ന് തന്നെ കാണും. നേരെ മറിച്ച് പൈസ അങ്ങനെ കാണൂല. എത്രയപ്പുള്ളതെന്ന് ആർക്കും അറിയില്ല. അത് മാലുൽ ബാത്തിന. കച്ചവട സമ്പത്ത് മാലുൽ ബാത്തിനാണ്. കാരണം എത്രയുള്ളത് എന്ന് പൂർണ്ണമായി പരിശോധിക്കാൻ അറിയില്ല. അവന് വേണമെങ്കിൽ തന്നെ ഗോപ്യമായി വെക്കാം. എപ്പോഴും മറച്ചു പിടിക്കാൻ പറ്റിയ സാധനമാണല്ലോ അത്. അതൊക്കെ വെക്കാവുന്നതാണ്. മാത്രമല്ല അത് മടങ്ങി വരുന്ന, അത് പണത്താൽ ക്രയവിക്രയം ചെയ്യുന്നതാണ്. പണം അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിക്കാവുന്നതാണ്. അതതിന്റെ ശൈലിയുമാണ്. അതുകൊണ്ട് മാലുൽ ബാത്തിൻ എന്നാണ് ഇത്തരം വസ്തുക്കൾക്ക് പറയാം. ആട്, മാട്, ഒട്ടകം അത് ഒളിപ്പിക്കാൻ കീശി കൊള്ളൂല. അതിനെന്ത് പറയും? അതേപോലെ തന്നെ പിന്നെ നെല്ല്, അതേപോലെ തന്നെ കാരക്ക, മുന്തിരി, ഇതൊക്കെ മാലുൽ ലാഹിറാണ്. കാരണം ഇതൊന്നും ഒളിപ്പിക്കാൻ കഴിയുന്ന ധനമല്ല. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ആട്, മാട്, ഭക്ഷ്യധാന്യങ്ങള്, പഴങ്ങള്, അതേപോലെ ഇതൊക്കെ മാലുൽ ലാഹിറാണ്. നേരെ മറിച്ച് സ്വർണം, വെള്ളി, കച്ചവട വസ്തുക്കള്, കറൻസികള്, ഇതൊക്കെ ഈ വസ്തുക്കളൊക്കെ മാലുൽ ബാത്തിനാണ്. ഭരണാധികാരി ഉണ്ടെങ്കിൽ പോലും മാലുൽ ബാത്തിൻ നല്ലത് നേരിട്ട് തന്നെ കൊടുക്കലാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഭരണാധികാരി ഉണ്ടെങ്കിൽ പോലും നല്ലത് നേരിട്ട് തന്നെ കൊടുക്കലാണ്. പറയുന്നു, IPH ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ലോകത്തെ ആധുനിക കാലഘട്ടത്തോട് ചേർന്ന ഫിഖ്ഹി ഗ്രന്ഥം എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി പരിചയപ്പെടുത്തുന്ന ഫിഖ്ഹുസുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. എന്ത് പറയുന്നു നോക്കൂ, ഇതാ കേൾക്കൂ, വളരെ ചിന്തിക്കൂ. പരോക്ഷമായ സ്വത്തുക്കളുടെ സക്കാത്താണെങ്കിൽ, അതായത് മാലുൽ ബാത്തിൻ, അതായത് കറൻസി, കച്ചവടം, ഇതൊക്കെ മാലുൽ ബാത്തിൻ. പിന്നെ പറഞ്ഞുതരാം. അതാണെങ്കിൽ അതിന്റെ വിതരണം സ്വത്തുടമയാണ് നിർവഹിക്കേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എല്ലാവരും യോജിച്ചിരിക്കുന്നു. എന്തടിസ്ഥാനം നിങ്ങൾക്ക് ഇതിനുള്ളത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതിലുണ്ട്? ഇത് IPH-ൽ ഇപ്പൊ പോയി കാണാം. ഇത് നിങ്ങൾ പറയാ ഏറ്റവും നല്ലത്, എന്നിട്ട് നിങ്ങളെന്നെ കമ്മിറ്റി ഉണ്ടാക്കും ചെയ്യാം. എന്തടിസ്ഥാന മനുഷ്യന്മാരത്തിനുള്ളത്? ഭരണാധികാരി ഉണ്ടെങ്കിൽ പോലും, കമ്മിറ്റിന്റെ കാര്യമല്ല പറയുന്നത്, ഭരണാധികാരി ഉണ്ടെങ്കിൽ, മനസ്സിലാക്കി പറയുന്നത്. ഭരണാധികാരി വായിക്കാം നോക്കൂ നിങ്ങൾ. പരോക്ഷമായ സ്വത്തുക്കളുടെ സക്കാത്താണെങ്കിൽ അതിന്റെ വിതരണം സ്വത്തുടമയാണ് നിർവഹിക്കേണ്ടത് എന്ന വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. സഈദ് ഇബ്നു യസീദ് ഉദ്ധരിച്ച ഒരു ഹദീസ് കാണാം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമേനിയുടെ മിമ്പറിൽ വെച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രസംഗിച്ചു: സക്കാത്തിന്റെ മാസമാണിത്. അതിനാൽ വല്ലവർക്കും സക്കാത്ത് കൊടുക്കാൻ കടമുണ്ടെങ്കിൽ അയാൾ അത് വീട്ടിൽ കൊള്ളട്ടെ, അയാൾ തന്നെ അത് കൊടുക്കട്ടെ. ആര് പറഞ്ഞു? ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ആരാത് പറയുന്നത്? ഖലീഫ. ആരാ ഖലീഫ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. തെളിവോടുകൂടി സയ്യിദ് സാബിഖ് ഉദ്ധരിക്കുന്ന ഹദീസ് തെളിവോടുകൂടെ. വളരെ ശ്രദ്ധിക്കണം, ചിരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, വളരെ ശ്രദ്ധിക്കണം.
ബഹുമാനപ്പെട്ട സയ്യിദ് സാബിക്കിന്റെ രേഖ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ പ്രസിദ്ധീകരിക്കുന്നു. ഇതാ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, സക്കാത്തിന്റെ മാസമാണ്, അതിനാൽ വല്ലവർക്കും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അയാൾ തന്നെ അത് വീട്ടിക്കൊള്ളട്ടെ. അങ്ങനെ നിങ്ങളുടെ ധനം ശുദ്ധമാവുകയും എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. നോക്കൂ, ഇക്കാര്യത്തിൽ ഭിന്നിപ്പില്ലെന്നും മാലുൽ ബാത്തിൻ, മനസ്സിലായപ്പോ നിങ്ങൾക്ക്? മാൽ ബാത്തിൻ എന്ന് പറഞ്ഞാൽ പൈസ കച്ചവടം, ഇതിനൊന്നും കാര്യത്തിൽ ഭിന്നിപ്പില്ലെന്നും ഇതിൽ മുസ്ലിങ്ങളുടെ ഇജ്മാ ഉള്ളതായും മദ്ഹബിന്റെ നേതാക്കൾ ഉദ്ധരിച്ചതായി ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. പേജ് നമ്പർ 303. പേജ് നമ്പർ 303. ഇത് ചെറിയ ചെറിയ പുസ്തകം കേട്ടോ, അതിലല്ല മൊത്തം പുസ്തകം. ഇതിൽ തന്നെ ചെറുതിങ്ങനെ ഓരോന്ന് ഐറ്റംസ് തിരിച്ചുണ്ട്, അതിലല്ല വലിയ പുസ്തകം. ഇതാ മാലുൽ ബാത്തിനെ കറൻസി ഇജ്മാ. ആരാ ഇജ്മാ പറയുന്നത്? അഥവാ നോട്ടിന്റെയും കച്ചവടത്തിന്റെയും, മനസ്സിലല്ലേ, ഡിപ്പോസിറ്റ്, കച്ചവടം, ഇതിന്റെ ഒക്കെ സക്കാത്ത് ഉടമസ്ഥൻ നേരിട്ടാണ് കൊടുക്കേണ്ടത് എന്നത് ഇക്കാലം വരെ കഴിഞ്ഞുപോയ ലോക മുസ്ലിമീങ്ങൾ ഏകോപിച്ചിരിക്കുന്നു എന്ന് ആരാ പറയുന്നത്? സയ്യിദ് സാഹിബിക്ക്. ഇവർ പരിചയപ്പെടുത്തുന്ന ആധുനിക കാലഘട്ടത്തിലോട് യോജിച്ച ഏറ്റവും വലിയ ഫിഖ്ഹി പണ്ഡിതൻ. നിങ്ങൾ അവര് തന്നെ പറയുന്ന ആള്, നമ്മളല്ല, അവര് പറയുന്ന ആള്. അദ്ദേഹം പറയുന്നു, ലോക മുസ്ലിമീങ്ങൾക്ക് ഈ വിഷയത്തിൽ തർക്കമില്ല, ഇത് ഇജ്മാഉൽ ഉമ്മത്താണ്. എന്തടിസ്ഥാനം നിങ്ങൾ ചെയ്യുന്നത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. വളരെ ആലോചിക്കണം. ചുരുക്കത്തിൽ നോക്കൂ നിങ്ങൾ, നിഹായ പറയുന്നു, വലഹു, ഉടമസ്ഥൻ തന്നെയാണ്, അയ്യു അദ്ദിയ ബിനഫ്സിഹി, അവൻ തന്നെയാണ് വീട്ടേണ്ടത് സക്കാത്ത മാലിൽ ബാത്തിനി, മാലിൽ ബാത്തിനിന്റെ സക്കാത്ത് അവൻ തന്നെ വീട്ടണം. വഹുവ ഏതാ മാലിൽ ബാത്തിന്? അന്നഖ്ദു, നാണയങ്ങളാ, പൈസകളാണ്, ഉറൂലു തിജാറത്തി, കച്ചവട വസ്തുക്കളാണ്. അവകാശം ആർക്ക് കൊടുക്ക? ഭരണാധികാരിക്ക് കൊടുക്കല്ല, ലിമുസ്തഹിഖിയ, അതതിന്റെ അവകാശികൾക്ക് അവൻ തന്നെയാണ് കൊടുക്കേണ്ടത്. വൈൻ ത്വലബഹൽ ഇമാമു, ഭരണാധികാരി അവരോട് ആവശ്യപ്പെട്ടാൽ പോലും അവർ ഭരണാധികാരിക്ക് കൊടുക്കേണ്ടത് ഇല്ല. നിഹായ പറയുന്നു, ഇത് തന്നെ ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ച സയ്യിദ് സാഹിബിന്റെ ഫിഖ്ഹ് സുന്ന പറയുന്നു. നിങ്ങൾ ആലോചിക്ക്. നോക്കൂ നിങ്ങളെ, മഹല്ലി 2-ാം വാള്യത്തിൽ കാണാം, ഭരണാധികാരിക്ക് അർഹതയേ ഇല്ല. അവിടെ കല്യൂബി പറയുന്നുണ്ട്, യഹ്റുമു അലൈഹിം, ഭരണാധികാരിക്ക് ഹറാമാണ്. ആ ഭാഗത്തേക്ക് നോക്കാൻ തന്നെ പാടില്ല. ആ ധനത്തിന്റെ ഉടമസ്ഥന്മാരാണ് അഹഖു ബിഹാ, ആ ധനം കൊടുക്കാൻ ബന്ധപ്പെട്ട ആളുകള്. ഫൈൻ ബദലുഹാ തൗഅൻ, അയാള് ഇന്നെ കൊണ്ടത് കൊടുക്കാൻ വയ്യ, അതുകൊണ്ട് നിങ്ങൾ കൊടുക്കൂ എന്ന് ഭരണാധികാരിയോട് സ്വമനസ്സാലെ വന്ന് പറഞ്ഞാൽ ഖബില ഹൽവാലി, ഭരണാധികാരിക്ക് സ്വീകരിക്കാം, ചോദിക്കാൻ അവകാശം ഇല്ല. മഹല്ലി 2-ാം ജുസ് 42-43. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുക, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇതിലൊന്നും സക്കാത്ത് കമ്മിറ്റി പെടൂല. എന്തിൽ പെടൂല? അവൻ വ്യക്തിയല്ല, പിന്നെ അവൻ വക്കീലുമല്ല, പിന്നെ ആരുമല്ല, ഭരണാധികാരിയല്ല. അപ്പോൾ ചോദ്യമുണ്ട്, എന്നാല് വക്കീലായിക്കൂടെ? വക്കീൽ നിർദ്ദിഷ്ട വ്യക്തിയായിരിക്കണം. കമ്മിറ്റിയാകാൻ പാടില്ല. വക്കാലത്തുണ്ടോ? ഞാനിവിടുന്ന് ഗൾഫിൽ പോയി, വക്കാലത്ത് നാട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ എന്റെ കുട്ടിനെ കെട്ടിച്ചോളൂ. എന്തതിൽ പറയാം? മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ ഗൾഫിലേക്ക് പോയി, എന്റെ മകളെ കെട്ടിക്കാൻ ഞാൻ വക്കാലത്ത് കൊടുത്തു. ആർക്ക്? മൂത്തേർക്ക്. ആവശ്യമുള്ളവരൊക്കെ കെട്ടിച്ചോളി എന്നിട്ട് ഒരൊറ്റ പോക്ക്. ഇതിന് വക്കാലത്ത് എന്തത്? ഒരു പള്ളി കമ്മിറ്റിനോട് പറഞ്ഞു, പള്ളി കമ്മിറ്റി കമ്മിറ്റിന് വിളിച്ചു, നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 2-ൽ ഒരാൾക്ക് വക്കാലത്ത്, നിങ്ങൾ 2-ൽ ഒരാൾക്ക് ഞാൻ വക്കാലത്ത് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ആ വക്കാലത്ത് അല്ല. വശർത്തുൽ വക്കീലി,
നോക്കൂ നിങ്ങളെ നോക്കണേ, കമ്മിറ്റി വക്കീലാകാൻ പറ്റില്ല. ഷർത്തുൽ വക്കീലി, വക്കീലിന്റെ നിബന്ധന തഈനുഹു, നിർദ്ദിഷ്ട വ്യക്തിയായിരിക്കണം. ഫയബ്തുലു വക്കൽതു അഹദകുമാ, ഞങ്ങൾ രണ്ടിൽ ഒരാളെ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ പോലും ബാത്തിലാണ്. ഞങ്ങൾ രണ്ടിൽ ഒരാളെ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ പോലും ബാത്തിലാകും. അഥവാ നിർദ്ദിഷ്ട വ്യക്തിയെ. എന്നാൽ കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ്, ഇതൊന്നും ആരോടും ദേഷ്യം ഉണ്ടായിട്ട് പറയല്ലോ കേട്ടോ. വിമർശനത്തിന് ഉള്ള ഒരു താല്പര്യമേ എനിക്കില്ല. ഒരു ഹക്ക് പറയണ്ടേ, പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് അറിയോ. ഒരിക്കലും ആ കമ്മിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് വക്കാലത്ത് കൊടുക്കാം. പക്ഷെ എന്ത് ചെയ്യണം, വക്കീൽ ഇനി ഒരു വക്കീലിനെ ഏൽപ്പിക്കാൻ പാടില്ല. അത് അവൻ തന്നെ ചെയ്തിരിക്കണം. വക്കാലത്തിനോടനുബന്ധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ വരും, അത് അയാൾ തന്നെ നിർവഹിച്ചിരിക്കണം. അതിന് പ്രസിഡന്റ് കമ്മിറ്റി എന്നുള്ള ആവശ്യമില്ല. ഒരാൾക്ക് വക്കീലാകാം. ഒരാളെ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ അയാളെ ഏൽപ്പിച്ചു, തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. എന്റെ ധനം ഞാൻ നേരെ പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് വരിക, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്ത് വരിക, സെക്രട്ടറി അടുത്ത് വരിക, അല്ലെങ്കിൽ പള്ളി മെമ്പർ, അല്ലെങ്കിൽ നാട്ടിലൊരു മൂമിനായ മനുഷ്യൻ, അവിടെ കമ്മിറ്റി മെമ്പർ എന്നുള്ള കണക്കൊന്നുമില്ല. അയാളോട് പറയാം, എന്റെ ധനത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് അയാളോട് പറയുന്നു. അയാൾ കൊടുക്കുന്നു, ഒരു പ്രശ്നമില്ല. അത് കമ്മിറ്റിയല്ല. വക്കീൽ ആരാകണം? വ്യക്തിയാകണം. അങ്ങനെ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തിട്ട് വക്കാലത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വിതരണം ചെയ്യാവുന്ന ഒരു പ്രശ്നമില്ല. ശരഅ് അനുവദിച്ച മാനദണ്ഡം തന്നെയാണ്. അങ്ങനെ സൗകര്യപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉദാഹരണം പറയാം, ഒരു പ്രദേശത്തെ 8-10 വീട്ടുകാര് ഒരാളെ കണ്ടുപിടിച്ചു, ഒരാളെ ഏൽപ്പിച്ചു. ഞങ്ങളെ സക്കാത്ത്, എന്റെ സക്കാത്ത് ഈ കുറച്ച് അർഹർക്കുണ്ട്, അവർക്ക് കൊടുക്കണം. അവരെ ഏൽപ്പിച്ചു. 10 ആളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ 20 ആളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ മേലുള്ളവരൊക്കെ ഏൽപ്പിച്ചു. എന്നാൽ ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. പക്ഷേ കമ്മിറ്റി ആവരുത്. ആരാകണം? വ്യക്തിയാകണം. അയാൾ ഉടനെ കൊടുത്തിരിക്കണം. കമ്മിറ്റി ആകരുത്. ഒരു കമ്മിറ്റിന്റെ കോലം കണ്ടോളൂ, ഒന്നും ഉണ്ടായിട്ട് പറയല്ല. നിനക്ക് ശരഅ്യായ മാനദണ്ഡം പറയണം. നോക്കൂ, ഈ കൊല്ലം, കഴിഞ്ഞ കൊല്ലം സക്കാത്ത് കൊടുത്തേൽപ്പിച്ചത് ഇക്കൊല്ലം നോട്ടീസ് അടിച്ചിരിക്കാം, കൊല്ലം സക്കാത്ത് ഇട്ടാൻ വേണ്ടിയിട്ട്. നോക്കൂ, കണ്ടോളുകൾ. സക്കാത്ത് ചെലവ് നോക്കി നിങ്ങൾ മനസ്സിലായി. സക്കാത്ത് ചെലവ് നോക്കി നിങ്ങൾ. എന്താ ജമാഅത്തെ ഇസ്ലാമി ഒരിടത്ത് അടിച്ച നോട്ടീസാണിത്. എന്താ സക്കാത്ത് ചെലവ്? 14 കുടുംബത്തിന് മാസാന്തം 14 കുടുംബത്തിന് മാസാന്തം 200 രൂപ വെച്ച് പെൻഷൻ കൊടുക്കാൻ. അതായത് ഇങ്ങനെ കൊടുക്ക പെൻഷൻ. ഇത് ഏത് വകുപ്പിലാണ് ആവുക? മനസ്സിലല്ലേ നിങ്ങൾക്ക്? സക്കാത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചോൻ പെൻഷൻ കൊടുക്കാം, ഇവിടെ പാത്തുവെക്കാം. എന്നിട്ട് മഹല്ലിലുള്ള ചില ആളുകൾക്ക് പെൻഷൻ. എന്തിൽ നിന്ന്? ഇത് ഏത് വകുപ്പിലാ പെടും? ഏത് വകുപ്പിലാ അത് പെടുക? സക്കാത്ത് വക്കീലിനെ ഏൽപ്പിച്ചാൽ, വക്കീലാണെങ്കിൽ, വക്കീൽ നിർദ്ദിഷ്ട വ്യക്തിയാണെങ്കിൽ പോലും ഉടനെ അതവൻ കൊടുത്തു തീർത്തിരിക്കണം. ഇത് പെൻഷൻ കൊടുക്കാം, മഹല്ല് പെൻഷനാക്കി കൊടുക്കാം. 14 കുടുംബങ്ങൾക്ക് മാസാന്തം 200 രൂപ വെച്ച് പെൻഷൻ, ഒരു വർഷത്തേക്ക് 33,600 രൂപ പെൻഷനാക്കി കൊടുത്തു. ഇതാണ് ഒന്ന് സക്കാത്ത് കൊടുക്കുന്നത്. പിന്നെ പ്രിന്റിംഗ് ചാർജ് 687 ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു സക്കാത്ത് ഫണ്ട്. അത് ഇത് റഹ്മത്തുള്ള മൗലവി വെറുതെ പറയല്ല, ഇത് വെറുതെ പറയുകയല്ല. അല്ലാഹു സാക്ഷിയ, വെറുതെ പറയല്ല. നിങ്ങളാരും പറ്റിക്കാൻ പറയല്ല. മൂമിനെ എന്തിനാ ഈ അള്ളാന്റെ പിന്നിൽ ആശ്രയിക്കണം? എന്ത് ലക്ഷ്യം നിനക്കുന്നതിന്റെ പിന്നിൽ? ഇതേത് വകുപ്പിൽ പെടും? ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് കൊടുക്കുന്നതിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയ പണിയാണിത്. അവരുടെ നോട്ടീസ് അടിക്കുന്ന പ്രിന്റിംഗ് ചാർജ് എത്രയാ? 687 രൂപ പ്രിന്റിംഗ് ചാർജ്. ഇതൊക്കെ മുഴുങ്ങാണ്. എന്തെന്ന്? സക്കാത്തിന്റെ പ്രിന്റിംഗ് ചാർജ് 287 രൂപ. ഒരു കൊല്ലം സക്കാത്ത് കൊടുത്തിട്ട്, സക്കാത്തിന്റെ പൈസ വാങ്ങിയിട്ട് ഒരു കൊല്ലം കയ്യിരിപ്പ് ഇരുന്നിട്ട് കുറെ പെൻഷൻ കൊടുത്തു, കുറെ പ്രിന്റിംഗ് ചാർജും കൊടുത്തിട്ട് കയ്യിലിരിപ്പ് 263 രൂപ. കയ്യിലിരിപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോ എന്തുണ്ട്? കയ്യിലിരിപ്പുണ്ട്. ജഹിലിന് കയ്യും കാണിക്കുക. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജഹിലിന് കയ്യും കാലും വെച്ചാൽ അങ്ങനെ നടക്കുക തന്നെ. വിട്ടിത്തത്തിന് കയ്യും കാലും വെച്ചാൽ അതിന് ജമാഅത്തെ ഇസ്ലാമിന്റെ സക്കാത്ത് ഫണ്ട് എന്ന് പറയും, അതിന് വഹാബിന്റെ സക്കാത്ത് ഫണ്ട് എന്ന് പറയും. ശരഅ്യായ മാനദണ്ഡം പറ. അള്ളാന്റെ ദീനിൽ ശരഅ്യായ മാനദണ്ഡം പറ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലാതെ തോന്നിയതുപോലെ ചെയ്യരുത്. ജമാഅത്തെ ഇസ്ലാമിയെയോ വഹാബിയെയോ സക്കാത്ത് കമ്മിറ്റിയായി ഏൽപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സക്കാത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് കൊടുത്തിട്ടില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ
സൂറത്തു തൗബയുടെ 34-35 വചനങ്ങളിൽ പറയുന്നുണ്ട്, കൊടുത്തുകൊള്ളുക മുഅ്മിനീങ്ങളെ, ഈമാൻ ഉണ്ടെങ്കിൽ കൊടുത്തുകൊള്ളുക. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. അല്ലാഹുവിൻ നൽകിയ ധനം കെട്ടിപ്പൂട്ടി വെക്കുന്നു, അതിന്റെ അവകാശികൾക്ക് കൊടുക്കുന്നില്ല എങ്കിൽ വേദനാജനകമായ ശിക്ഷയുണ്ടാകും. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നമ, നരകത്തിൽ അവരെ ചൂടുവെക്കപ്പെടും. ജിബാഹുഹും വൽജുനൂബുഹും വളുഹൂറുഹും, അവരെ പാർശ്വഭാഗങ്ങളെയും അവരെ നെറ്റിത്തടങ്ങളെയും അവരെ മുതുകകളെയും നരകത്തിൽ ഈ സകാത്ത് കൊടുക്കാത്ത വസ്തുക്കളെ ഇരുമ്പിന്റെ ലോഹങ്ങളാക്കി മാറ്റിയിട്ട് അതിനെ ചൂട് പഴിപ്പിച്ചവരെ നെറ്റിയിലും അവരെ മുതുകിലും അവരെ പാർശ്വങ്ങളിലും അല്ലാഹു തആല ചൂട് വെക്കാൻ മലായികത്തിനെ ഏൽപ്പിച്ചവരെ ചൂട് കൊണ്ട് പൊള്ളിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയുടെ 34-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, എല്ലാവരും ആലോചിക്കുക, സകാത്ത് കൊടുക്കാനുണ്ടോ? കൊടുത്തോ? കൊടുത്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെടുന്ന കാര്യമല്ല. എന്നിട്ട് അവനോട് പറയപ്പെടും, ആദാ മാ കനസ്തും ലിഅൻഫുസികും ഇദാ ഫദൂഖൂ മാ കുൻതും തക്നിസൂന, നിങ്ങൾ പാത്തുവച്ച ധനങ്ങളാണിത്. ഈ ധനത്തെ അല്ലാഹു തആല ഒരു ലോഹമാക്കിയിട്ട് ആ ലോഹം കൊണ്ട് അവനെ പഠിപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയുടെ 34-35 വചനങ്ങളിൽ അല്ലാഹു തആല പറയുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് കാണാം, മാമിൻ മുസ്ലിമിൻ ലാ യുഅദ്ദി സകാത്ത മാലിഹി, സകാത്ത് കൊടുക്കാത്ത ഒരു മുസ്ലിം ഇല്ലാ ജുഇല ലഹു യൗമൽ ഖിയാമ സഫായിഹു മിൻ നാരിൻ, തീയിന്റെ ലോഹങ്ങൾ പലകകളായി കൊണ്ടുവരും. ഫയുഖ്വാ ബിഹാ ജംബുഹു വജബ്ഹതുഹു വളഹുറുഹു ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. മഹ്ശറയിൽ വെച്ച് പോലും നരകത്തിലെത്തണ്ട. എവിടെ? ഫീയോമിൻ, ഒരു നാളിൽ കാനമിഖ്ദാറുഹു, അതിന്റെ വലുപ്പം 50000 സന, 50000 കൊല്ലം ദൈർഘ്യമുള്ള മഹ്ശറയിൽ വെച്ച് പോലും അവനെ ചുട്ട് പഴിപ്പിക്കപ്പെടുമെന്ന് ഖുർആൻ. അഥവാ എവിടേക്ക് പോണ്ട? നരകത്തിൽ പോണ്ട, മഹ്ശറയിൽ വെച്ച് പോലും അവനെ പഴിപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ ലാ മിൻ സാഹിബി മാലിൻ വലാ ലാ യുഅദ്ദി സകാത്തു, സകാത്ത് കൊടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഇല്ലാ തഹവല യൗമൽ ഖിയാമ ശുജാഅൻ അഖറഅ, ഒരു പ്രത്യേകമായ കൊമ്പുള്ള ഒരു ജീവിയായിട്ട് ആ സക്കാത്ത് അവന്റെ അടുത്തേക്ക് വരും. യത്ബഉ സാഹിബഹു, ഈ സക്കാത്തിന്റെ മുതൽ അവൻ എങ്ങനെ പിന്തുടരും? ഹൈസുമാ ദഹബ, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. സക്കാത്ത് കൊടുക്കാതെയായാൽ ആ ധനം അവനെ മഹ്ശറയിൽ പിന്തുടരും. അവിടെ പോലും സമാധാനം ഉണ്ടാവില്ല. നരകത്തേക്ക് പോലും പിന്നല്ലേ, അവിടെ പോലും സമാധാനം ഉണ്ടാവില്ല, ഇങ്ങനെ പിന്നാലെ വരും. അവൻ ഈ മൃഗത്തിൽ നിന്ന് പായായിരിക്കും. മൃഗം അവന്റെ അരികിലേക്ക് വരും. അവനോട് പറയപ്പെടും, ഇതാ നീ പാത്തുവച്ച ധനമാണിത് എന്നവനോട് പറയപ്പെടും. ഓടി ഓടി അവസാനം അവൻ തളരും. മഹ്ശറയിലിട്ട് ഈ മൃഗം അവനെങ്ങനെ ഓടിക്കും. ഇനി ഓടിയാൻ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവിടെ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും? ആ മൃഗം അവന്റെ കൈയെടുത്ത് വായിലാക്കും. അവന്റെ കൈ ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നും. ആര്? ഈ സക്കാത്തിന്റെ മുതല്. എവിടുന്നോ അല്ല പറയുന്നത്, സ്വഹീഹ് മുസ്ലിം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുകയാണ്. കമാ യഖ്ളുമുൽ ഫഹ്ലു, ഒരു മൃഗം, ഒരു കൂറ്റമൃഗം തന്റെ പുല്ല് തിന്നും പോലെ മനുഷ്യന്റെ കൈകാലുകൾ സകാത്ത് കൊടുക്കേണ്ട കയ്യെ മൃഗം ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നു തീർക്കും എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാട്ടിലൊക്കെ അങ്ങാടിയിലൊക്കെ കച്ചവടക്കാരുണ്ട്. നിങ്ങളൊക്കെ മുതലാളിമാരാ, പൈസ ഉള്ളവരാ. നിക്ഷേപമില്ലാത്തവരിപ്പോ നമ്മുടെ നാട്ടിലില്ല. ഗൾഫ് വന്നപ്പോൾ പണം ജനകീയമായിട്ടുണ്ട്. ധനമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ല. അതുകൊണ്ട് കച്ചവടക്കാരെ, പൈസക്കാരെ, നിക്ഷേപമുള്ളവരെ, അള്ളാന്റെ ദീനിലൂടെ മുഅ്മിനായി ജീവിക്കണോ? സക്കാത്ത് കൊടുത്തിരിക്കൂ. സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ അള്ളാഹു നിങ്ങളോട് യുദ്ധം ചെയ്തിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി യുദ്ധം ചെയ്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഖുലഫാക്കൾപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി ഈ കാര്യം ചെയ്യണം. കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കാൻ കമ്മിറ്റിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയും. കമ്മിറ്റി പുറത്തിറങ്ങിയിട്ട്
പ്രത്യേകിച്ച് റമളാൻ മാസത്തിലൊക്കെ നോട്ടീസ് അടിക്കുക എല്ലാ മഹല്ല് കമ്മിറ്റികളും. എന്നിട്ട് പറയാം നമ്മളെ നാട്ടിൽ ഇന്ന ആളുകൾ വേണമെങ്കിൽ പാവപ്പെട്ടവരുടെ ചാർട്ട്, നമ്മളെ നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ ചാർട്ട്, അവരുടെ ആവശ്യങ്ങൾ. നിങ്ങൾ ഞാലിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, കുട്ടികൾ ആശുപത്രിയിൽ ആളുണ്ട്, കടം കൊണ്ട് കുടുങ്ങിയവരുണ്ട്, കാളിയാർക്ക് ഇതൊക്കെ അറിയാലോ, അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയിൽ ബന്ധപ്പെട്ടവർക്ക് അറിയാലോ. അവരെ പേര് വെച്ച ഒരു ചാർട്ട്, അല്ലെങ്കിൽ അവരിലേക്ക് സൂചന നൽകുന്ന ഒരു ചാർട്ട്, അല്ലെങ്കിൽ സക്കാത്ത് അറിയിക്കണമെന്ന്, സക്കാത്ത് കൊടുക്കൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന ഖുർആനായത്തും ഹദീസും വെച്ച ഒരു ലഘുലേഖ. ഇതൊക്കെ മാത്രമല്ല, എല്ലാ കച്ചവടക്കാരും അടുത്തേക്കും കാളിയരും കമ്മിറ്റിക്കാരും ഇറങ്ങിച്ചില്ല. എന്നിട്ട് പറയാ കൊടുത്തിരിക്കെ എല്ലാ ആളുകളോടും ഇങ്ങനെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയും കാളിയും തന്നെ ഇറങ്ങിപ്പോയി പറഞ്ഞ് അവരെ തെര്യപ്പെടുത്തി അള്ളാഹുവിന്റെ വളരെ വിശിഷ്ടമായ ഈ ഇബാദത്തിലേക്കും അമലിലേക്കും ഇസ്ലാമിക ദൃഷ്ടിയാ മടങ്ങി വരാൻ എല്ലാവരും തയ്യാറാകണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. വലിയ ഒരു ചർച്ചയായതുകൊണ്ടാണ് നേരം വൈകിപ്പോയത്. എന്റെ ചോദ്യോത്തരം നമുക്ക് നാളെ സംസാരിക്കാം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ഹരീത്തുകൾ ഇത് വിഷയത്തിലുണ്ട്. ഈമാൻ വേണോ എന്ന് മാത്രമല്ല, ലോകത്ത് ഖിയാമത്ത് വരെ നിലനിൽക്കേണ്ട ബഹുമാനപ്പെട്ട ആദം നബിയെ പടച്ചത് മുതൽ ഇന്ന് വരെ നിസ്കാരത്തോട് അല്ലാഹു തആല ചേർത്ത് പറഞ്ഞത് സക്കാത്തിനെയാണ്. ഒരാളെ മുസ്ലിമായി പരിഗണിക്കാനുള്ള സാമൂഹിക നിയമം നിസ്കരിക്കുന്നതോടുകൂടെ സക്കാത്ത് കൊടുക്കലാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാം 7000 റുപ്യ കയ്യിരിപ്പില്ലാത്ത ആള് നമ്മളെ കൂട്ടത്തിൽ ചുരുങ്ങും. അതൊരു കൊല്ലം കയ്യിരുന്നാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് കച്ചവടം ചെയ്താൽ കോടിക്കണക്കായ ലക്ഷക്കണക്കായ റുപ്യ സക്കാത്ത് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതെല്ലാവരും കൊടുക്കാൻ തയ്യാറാണ്. ചില മുതലാളിമാരുണ്ട്, അവര് 25,000 തലേന്ന് പോയിട്ട് ഒരു 500 റുപ്യ ചില്ലറയാക്കും. മനസ്സിലായില്ല നിങ്ങൾക്ക്? 5 പൗപ്പത്തിന്റെ നോട്ടാക്കി വെക്കും. പൗപ്പത്തിന്റെയോ 5-ന്റെയോ നോട്ടാക്കിയിട്ട് ശ്രദ്ധിക്കും. പൗപ്പത്തിന്റെയോ 5-ന്റെയോ നോട്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 500 റുപ്യ പൗപ്പത്തിന്റെ നോട്ടാക്കിയാൽ എത്ര ഉണ്ടാവും? ഒരു 50 ഉണ്ടാവും. ഇല്ലേ? ഉണ്ടാവില്ലേ? ശരി, 50 ആളെ പിരിക്കുക. 25,000 ഇങ്ങനെ ആളുകൾ കയറി വരും ഒരാളുടെ വീട്ടിക്ക്. 10 റുപ്യ 500 റുപ്യ ചെലവായിട്ടുള്ളൂ. നാട്ടുകാരെ മുന്നിൽ വലിയ സക്കാത്ത് കൊടുക്കണ മലയാളിയായി മാറി. ആ ജാതി ഹാമുക്ക് പിടിച്ച കുറച്ച് മലയാളിമാർ നമ്മുടെ നാട്ടിലുണ്ട്. ആ ജാതിയൊക്കെ അവസാനിപ്പിക്കുക. അള്ളാന്റെ ദീനിൽപ്പെട്ട ഇത് നിങ്ങള് മീസ തൂക്കം ബാക്കിയുണ്ടെങ്കിൽ അള്ളാന്റെ കോടതിയിൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ സക്കാത്ത് എന്ന പേരിൽ കൊടുക്കുന്ന സംഖ്യയല്ല സക്കാത്ത്. വളരെ മനസ്സിലാക്കുക. അത് നിങ്ങളെ വീട്ടിലേക്ക് നടത്തിക്കാതിരിക്കുക. മുതലുണ്ടായതുകൊണ്ട് അതിനനുസരിച്ച് കഷ്ടപ്പെടുക. അതാത് അവകാശികളെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക. എല്ലാവരും ആ കാര്യം നിർവഹിക്കുക. എല്ലാവരും ബോധ്യപ്പെടുക. അള്ളാഹു ആഫിയായ ഇൽമിനെ തരുമാറാകട്ടെ.